അതിൽ സാമ്പിളായി എടുക്കാവുന്ന ഒരു മണ്ഡലം തൃക്കരിപ്പൂരാണ്. കയ്യൂർ കാലത്ത് മടത്തിൽ അപ്പുവിന്റെയും കൊയ്ത്താറ്റിൽ ചിരുകണ്ഠന്റെയും പള്ളിക്കൽ അബൂബക്കറിന്റെ ഒക്കെ ചോര വീട് അന്നേ ചുവന്ന മണ്ണാണ്. ചീമേനിക്കാടുകളിൽ തോൽവിറക് സമരമടക്കം ആഴത്തിൽ ഉയരത്തിൽ കാലയമാറി ചെങ്കൊടിക്ക് മീതെയാണ് ഒരു ചെറുപ്പക്കാരൻ കലാപകാരി പാർട്ടി മാറിയെത്തി തീവണ്ടി കയറിപ്പോയി അന്നാട്ടുകാരൻ മുസ്തഫയുടെ സഭാ സ്വപ്നങ്ങൾ തീർപ്പാക്കിയത് അട്ടിമറിയാണ്. അട്ടിമറിപ്പണിയിൽ പയ്യന്നൂരും തളിപ്പറമ്പും അങ്ങ് തെക്ക് അമ്പലപ്പുഴയടക്കം നെടുങ്കോട്ടകളാണ്. ധാർഷ്ട്യത്തിന്റെ മോന്തക്കെടിയ കടപുഴക്കം, അസാധാരണ പരാജയം ചർച്ചകളിൽ നിന്നേ മാറ്റി. എവിടെയാണ് സാറേ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന ചർച്ചകളിലേക്ക് എത്തിച്ച ഹൈക്കമാൻഡിന്റെ സൈബർ സഖാക്കൾ വക അഭിവാദ്യങ്ങൾ, കോടി കോടി പ്രണാമങ്ങൾ. 10 വർഷം അധികാര പുറത്താവൽ മാത്രമാണോ? നാണക്കേടുകൾ, കാമ്പും കൂമ്പുമില്ലാത്ത കഴിവില്ലാ കൂട്ടമെന്ന താറ്റും തുപ്പും മന്തയിൽ അധിക്ഷേപങ്ങൾ, ഒടുവിൽ കിട്ടിയ ഒരു എംഫാറ്റിക് വിജയം. 40 ഡിഗ്രി ചൂടിൽ അധ്വാനിച്ച പ്രവർത്തകർക്ക് 100 നാൾ പെരുമ്പറ കൊട്ടി ആഘോഷിക്കാനുള്ള വകുപ്പാണ്. ഒരു UDF സാമാജികൻ ആഹ്ലാദ പ്രകടനം പോലും നടത്താൻ കഴിയാത്ത വണ്ണം. കല്യാണ വീട്ടിൽ പോയാൽ വോട്ടർമാർ വളഞ്ഞു വെച്ച് ചോദ്യം ചെയ്യൽ. ആ മഹാവിജയകാലം നൈരാശ്യത്തിന്റെ കരിമ്പടത്തിൽ ഒരു ചാക്കാല വീട് പോലെയാക്കി ആർജവുമില്ലാത്ത കഴിവുകേടിന് ഒഡാസിറ്റിക്ക് ഒരു കമാൻഡുമില്ലാത്ത ഹൈക്കമാൻഡ് സാറന്മാരെ നമോവാകം. 4 നാൾ കൊണ്ട് നാട്ടുകാരെ വെറുപ്പിക്കുന്ന പണി കണ്ട പ്രവർത്തകൻ 4 മുദ്രാവാക്യം വിളിച്ചപ്പോൾ അങ്ങ് മേലാവിൽ പ്രചണ്ഡ രോഷത്തിന്റെ വാളക്കുറ്റികൾ കത്തലാണ്. അച്ചടക്കത്തിന്റെ വാൾമുന കഷ്ടപ്പെട്ടവരെ കഴിവറ്റിക്കളയുമെന്നാണ് ഇൻഡാസ്. 8 ദിവസമല്ല 8 മാസം തലകുത്തിയെടുക്കുന്ന തീരുമാനമാണെങ്കിൽ പാളിയാൽ അത് പാർട്ടിയുടെ ശവക്കോട്ട കെട്ടിയ രാഷ്ട്രീയ മോശം. 1 2 ആണോ? ബീമാരു സംസ്ഥാനങ്ങൾ, രാജസ്ഥാനും മധ്യപ്രദേശും ആന്ധ്രയും പഞ്ചാബും. എന്തിന് കർണാടകയിൽ നാളെയാണ് തെരഞ്ഞെടുപ്പെങ്കിൽ കാവിക്യാമ്പിന് പാട്ടും പാടിയാണ് വിക്ടറി. ബംഗാൾ ദീദി, പണ്ടൊരു പവാർ, അസമിലെ ഹിമന്ത. പട്ടിക്ക് ബിസ്ക്കറ്റും കൊടുത്ത് പട്ടിവില കൊടുക്കാത്ത കൊട്ടാരവാതിൽ കൊട്ടിയടച്ച നേതാക്കളുണ്ടാക്കിയ വിനാശം, സർവനാശങ്ങൾക്ക് വായ്ക്കരിക്ക് കോൺഗ്രസെ കയ്യും കണക്കുണ്ടോ? ആരാവണം മുഖ്യൻ, ആരാവണം മന്ത്രി, ഏതാവണം വകുപ്പ്? തിട്ടൂരമർക്കുന്ന BJP-കാരനോട് വെള്ളാപ്പള്ളിയോട് അത് പറയാൻ താനാരാടോ എന്ന് കമാന്ന് മിണ്ടാൻ ആർജവുമില്ലാത്തൊരു MLA. കൂടപ്പണിയെടുത്ത ലീഗിന്റെ മണ്ടക്കോട്ടാണ് പൊങ്കാല. നാറ്റപ്പണിക്കിടെ വേറൊരു MLA വക ആസ്ഥാനത്ത് ഉളുപ്പില്ലാത്ത ഫിലോസഫി. അത് ജനാധിപത്യത്തിന്റെ മഹാസൗന്ദര്യമാണത്രേ. മാങ്ങാത്തൊലി. വോട്ടർമാരെ ഇമാതിരി കളിയാക്കലാണെങ്കിൽ, മഹാവിജയത്തിന് മുകളിൽ മൂത്രമൊഴിക്കുന്ന പണിയാണെങ്കിൽ കാത്തിരുന്ന് കവളമടൽ വെട്ടാൻ ജയിപ്പിച്ചവർക്ക് തോൽപ്പിക്കാനും അറിയാം. കാലയെ വാരി തൂക്കി താഴെ അടിക്കുമ്പോൾ മാറ്റർ ഓഫ് ടൈമാണ്. മേൽക്കമാൻ തമ്പ്രാക്കളെ ഓർത്തു വെച്ചോ. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ഡൽഹിയിലെത്താൻ പറഞ്ഞു, നാളെ കാലത്ത് വരാമെന്നും പറഞ്ഞു. അത്ര തന്നെ. ബാക്കിയൊക്കെ എങ്ങനെയാണ് അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങൾ അനുസരിച്ചിരിക്കും. അതായിരിക്കും. അല്ലാതെ കാലാവസ്ഥയെക്കുറിച്ച് ചോദിക്കാൻ ഇപ്പോൾ അങ്ങോട്ട് വിളിക്കില്ലല്ലോ. ഹൈക്കമാൻഡ് തീരുമാനം എടുത്താൽ അത് ഫൈനലാണ്. അഡ്വക്കേറ്റ് അൽബോസ്, അഡ്വക്കേറ്റ് ലാൽകുമാർ, ശ്രീകുമാർ, ആനന്ദ് കൊച്ചുകൂടി എന്നിവ ചർച്ചയിലാദ്യം ഞാൻ ശ്രീകുമാറിലേക്ക് പോകുന്നു. ശ്രീകുമാർ, ചർച്ചയാണ് ഇപ്പോഴും ചർച്ച. ഇനിയിപ്പോൾ ഏറ്റവും ഒടുവിലെ ചർച്ച എന്താണ്? ഇവിടുന്ന് മുൻ KPC അധ്യക്ഷന്മാരെ, വർക്കിംഗ് പ്രസിഡന്റുമാരെ ഫ്ലൈറ്റിൽ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ചർച്ച. ഇന്ന് തീരുമാനം വരുമെന്ന് അറിയില്ല. അത് കഴിഞ്ഞ് പിന്നെയും ചർച്ച ഉണ്ടാകും. അത് കഴിഞ്ഞ് ഒരിക്കൽ കൂടി ചിലപ്പോൾ ഈ നേതാക്കളെ മൊത്തം അങ്ങോട്ട് കൊണ്ടുപോകുമായിരിക്കും. ഒരു CLP നേതാവിനെ തിരഞ്ഞെടുക്കാൻ എന്തിനാണ് ഈ പറയുന്ന മലബാർ ഭാഷയിൽ പറഞ്ഞാൽ ഈ മാഞ്ഞാളം കളി? ശ്രീകുമാർ. നോക്കൂ ശ്രീ ഹാഷ്മി, കേരളത്തിലിപ്പം കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി നേതാവിനെയും അതുപോലെ CPM-ൻ്റെ പാർലമെൻ്ററി പാർട്ടി നേതാവിനെയും തിരഞ്ഞെടുക്കണം. അതായത് മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും കണ്ടെത്താനുള്ള നടപടിക്രമങ്ങൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണം. അതാണ് ആവശ്യം. രണ്ടും നടന്നിട്ടില്ല. അപ്പോൾ അതിൽ കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി ലീഡറെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലാണ് കൂടുതൽ ആളുകൾക്കും താല്പര്യം. കാരണം മുഖ്യമന്ത്രി പദം അവിടെയാണല്ലോ ലഭിക്കുക. അപ്പോൾ അതുകൊണ്ട് അതിനോടനുബന്ധിച്ച് ചർച്ചകൾ നടക്കും. അപ്പോൾ ഇത് സാധാരണഗതിയിൽ ഇതൊരു വൈകലല്ല എന്നൊക്കെ പറയാമെങ്കിലും സത്യത്തിൽ ഇത് വൈകി പോകുന്നത് ദുഷ്കരമായ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം എന്താ വെച്ചാൽ 63 MLA-മാർ ഉണ്ടായിട്ട് കോൺഗ്രസിന് നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കാൻ പറ്റുന്നില്ല എന്നത് ജനങ്ങൾക്കിടയിൽ വലിയ അനിഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് തർക്കമില്ലാത്ത കാര്യമാണ്. സത്യത്തിൽ ഇതിപ്പോൾ ഞാൻ അറിഞ്ഞത് ഇതൊരു കുടുംബ പ്രശ്നങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. പല വീടുകളിലും ഇതൊരു കുടുംബ പ്രശ്നങ്ങളാണ്. കാരണം പതിവില്ലാത്ത രീതിയിൽ എല്ലാ കുടുംബങ്ങളും ആരാ നമ്മുടെ മുഖ്യമന്ത്രി എന്ന രീതിയിൽ ചർച്ച ചെയ്യുകയാണ്. അത് ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. ഞാനിത് തമാശ പറയല്ല. കാരണം മിക്കവാറും വീടുകളിലൊക്കെ 10-18 വയസ്സ് കഴിഞ്ഞ വിദ്യാർത്ഥികളും യുവാക്കളൊക്കെ ആരാ മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ വലിയ ചർച്ച ആരംഭിച്ചിരിക്കുകയാണ്. ഇത് മുൻപ് കണ്ടിട്ടില്ല.
അത് രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് ഞാൻ കാണുന്നത്. അതിൻ്റെ കാരണം എന്താണെന്നൊന്നും ഞാൻ അവിടെ വിശദീകരിക്കുന്നില്ല. പക്ഷേ അങ്ങോട്ട് ചർച്ച ഇപ്പോൾ നടക്കുകയാണ്. അപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾക്കൊക്കെ അവരുടെ കൂട്ടുകാരെയൊക്കെ വിളിച്ചു ചോദിച്ചാൽ അറിയാം എങ്ങനെയൊക്കെ ഈ സംഭവങ്ങൾ എന്നുള്ളത്. അങ്ങനെ ഒരു വളരെ വ്യത്യസ്തമായ രീതിയിൽ നടന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷമുള്ള ഒരു അന്തരീക്ഷമാണ് കാണുന്നത്. അപ്പോൾ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതൃത്വം, അതായത് ദേശീയ നേതൃത്വം, ആ നേതൃത്വം ഒരു വട്ടം ചർച്ച നടത്തിക്കഴിഞ്ഞു. അതിലെന്തെങ്കിലും ഒരു കാര്യത്തിൽ അവർ സമവായത്തിൽ എത്തിയിട്ടുണ്ടാകാം. ഇനിയിപ്പം മുൻ KPCC പ്രസിഡന്റുമാരെയും അതുപോലെ മുതിർന്ന നേതാക്കളുമായിട്ടൊക്കെ സംസാരിച്ചിട്ട് എല്ലാവരുടെയും അഭിപ്രായം കേട്ടിട്ട് നാളെ മല്ലികാർജ്ജുന ഖാർഗെ കോൺഗ്രസ് പ്രസിഡന്റ് ഡൽഹിയിലെത്തി തീരുമാനിക്കാനായിരിക്കും. കാരണം ഇന്നലെ രാഹുൽ ഗാന്ധി ഇല്ല, ഇന്ന് മല്ലികാർജ്ജുന ഖാർഗെ ഇല്ല. അപ്പോൾ അതായിരിക്കാം. എന്തായാലും വൈകി വരികയാണെങ്കിലും നല്ല തീരുമാനം വരികയാണെങ്കിൽ പിന്നെ അതൊരു വിഷയമുള്ള കാര്യമല്ല. കാരണം ഞാൻ പറയാൻ കാരണം, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം സ്ഥാനാർത്ഥി നിർണ്ണയം വന്നപ്പോൾ ആദ്യം സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി LDF ഒരുപടി മുന്നിലായി. അപ്പം LDFക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിരിക്കുന്ന പ്രവർത്തകരുടെ എന്ന് എല്ലാവരും പറഞ്ഞു. കോൺഗ്രസ് നേതാക്കളും പറഞ്ഞു LDFകാർക്ക് ആത്മവിശ്വാസം കൂടി, കാരണം അവരുടെ സ്ഥാനാർത്ഥി പട്ടിക ആദ്യം ഇറക്കിയത്. പക്ഷേ എന്നാൽ അപ്പോൾ പറഞ്ഞു ഞാൻ കോൺഗ്രസിൻ്റെയും UDFൻ്റെയും പട്ടിക കുറച്ച് വൈകാനും കുഴപ്പമില്ല, നല്ല പട്ടിക വരട്ടെ എന്ന് പറഞ്ഞു. ആ നല്ല പട്ടിക വന്ന് വൻ ഭൂരിപക്ഷം ജനങ്ങൾ കൊടുത്തു. അങ്ങനെ 102 സീറ്റുകളോട് അധികാരത്തിലും എത്തി. അപ്പോൾ ഇനിയിപ്പോൾ നല്ലൊരു മുഖ്യമന്ത്രി, ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മുഖ്യമന്ത്രി വരണം. അതിനുള്ള ചർച്ചകളൊക്കെ ആണല്ലോ നടക്കുക. അപ്പോൾ പെട്ടെന്നൊരു തീരുമാനം എടുത്ത ഒരാളെ പ്രഖ്യാപിച്ച് ബഹളം ഉണ്ടാക്കുന്നതിലും ഭേദം പതുക്കെ ചർച്ച ചെയ്ത് തീരുമാനിച്ചാലും മതി. കാരണം ഡേറ്റ് 23 വരെ ഉണ്ട്. എന്നാൽ 23 വരെ ഒന്നും പോകാൻ പറ്റില്ല. ഒരാഴ്ചയൊന്നും വലിയ വിഷയം. 10 ദിവസം വരെ ജനം ക്ഷമിക്കും. 11ാം ദിവസം അവരും ചോദിച്ചു തുടങ്ങും എന്താ ഇത്രയും. എല്ലാവരും പുറത്ത് ചായക്കട പോയാലും എവിടെ പോയാലും എവിടെയാ മുഖ്യമന്ത്രി, എന്താ മുഖ്യമന്ത്രി, എല്ലാവരും ചോദിക്കുന്നതാണ്. അപ്പോൾ പിന്നെ ബാക്കി MLA-മാരുടെ കാര്യമൊക്കെ പറയണോ? ഞാൻ അങ്ങനെയൊക്കെ എത്താം. അതിനു മുമ്പ് ലീഗിൻ്റെ നേതാവ് ആ ധർമ്മസംഘടന തുറന്നു പറയുന്നുണ്ട്. അവിടുത്തെ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി, അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. അല്ല, എല്ലാവരുടെ ചോദ്യം ഇതാണ്. എല്ലാവരും അസംതൃപ്തരാണ്. ചോദ്യം എന്നുള്ളതിൽ അവരുടെ അസംതൃപ്തി അവരുടെ വാക്കിൽ നിന്ന് പ്രകടമാണ്. അവരെ മുഖത്ത് നോക്കിയാൽ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. ഇതിനാണോ നിങ്ങൾ UDFന് വോട്ട് ചെയ്തത് എന്ന് ചോദിക്കുന്ന ആൾക്കാർ എവിടെ പോയാലും, ചായപ്പീടികയിൽ പോയാലും അവിടെ സംസാരം അതാണ്. നേരെ മറിച്ച് നാട്ടിൻപുറങ്ങളിൽ ചെന്നാൽ ഇതാണ് സംസ്കാരം. 4 ആൾ കൂടുന്ന സ്ഥലങ്ങളിലൊക്കെ ഇതാണ് സംസ്കാരം, ഇതാണ് സംസാര വിഷയം. ശ്രീ ആനന്ദ് കൊച്ചുകൂടി, ഇവിടെ വോട്ടെണ്ണൽ അന്ന് ഉച്ചയ്ക്ക് ചർച്ച തുടങ്ങി. നിരീക്ഷകർ ആരൊക്കെ എന്ന ചർച്ച അവിടെ തുടങ്ങി. അവർ ഇവിടെ വന്ന് രാവിലെ ഹോട്ടലിൽ ചർച്ച, MLA-മാരുമായി ചർച്ച, അത് കഴിഞ്ഞ് വൈകിട്ട് നിരീക്ഷകരുടെ വേറൊരു ചർച്ച, ഡൽഹിയിൽ പോയി റിപ്പോർട്ട് കൊടുത്ത് ഖാർഗെയുമായി ചർച്ച, അത് കഴിഞ്ഞ് നമ്മുടെ നേതാക്കളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി 4 മണിക്കൂർ അവിടെ ചർച്ച, നാളെ K. മുരളീധരൻ, K. സുധാകരൻ അടക്കമുള്ളവരുമായി വേറെ ചർച്ച. ഒന്നും പോരാഞ്ഞ് ഗ്രൗണ്ട് വികാരം അറിയാൻ ഏതോ 3 രഹസ്യ നിരീക്ഷകർ വേഷം മാറി പ്രച്ഛന്ന വേഷത്തിൽ എവിടെയൊക്കെയോ തിരയുകയാണ്. എന്താണ് ഗ്രൗണ്ടിലെ വികാരമെന്ന്. ഇത് വല്ലാത്ത ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണ് ശ്രീ ആനന്ദ് കൊച്ചുകൂടി. അല്ല ഹാഷ്മി, ഈ തെരഞ്ഞെടുപ്പ് നടന്ന് 102 സീറ്റുമായി ജയിപ്പിച്ച ഈ കോൺഗ്രസ് മുന്നണി, കോൺഗ്രസ് നയിക്കുന്ന ഈ ജനാധിപത്യ മുന്നണി ഒരു മുഖ്യമന്ത്രിയെ കണ്ടെത്തുക അവർക്ക് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇവിടെ 63 MLA-മാരുണ്ട്. 3 അവരെ സ്വതന്ത്രരായി പിന്തുണച്ച MLA-മാർ വേറെ 3 ഉണ്ട്. ഇവിടെ സഖ്യകക്ഷികൾ അവരെ കേൾക്കുക എന്നുള്ള ഒരു കാര്യത്തിനപ്പുറം ഇവിടെ കോൺഗ്രസ്സിന് ഒരു MLA, ഏതെങ്കിലും ഒരു MLA തിരഞ്ഞെടുക്കുക ഒട്ടും പ്രയാസമുള്ള കാര്യമല്ല. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഹൈക്കമാൻഡ് തന്നെ നേരിട്ട് ഇവിടെ ഈ കാര്യത്തിൽ ഒരു പക്ഷം പിടിക്കുന്ന രീതിയിൽ ഒരാളെ കെട്ടിയിറക്കുക എന്നുള്ള ഒരു ഉദ്യമത്തിലേക്കാണ് പോകുന്നത്. അതാണ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനപരമായ കാര്യം. അല്ലെങ്കിൽ ഇപ്പോൾ നയിച്ച ആൾ, അല്ലെങ്കിൽ മുൻ പ്രതിപക്ഷ നേതാവ്, അല്ലെങ്കിൽ മറ്റൊരാൾ, ഇങ്ങനെ 2 3 ചോയ്സുകളുള്ള MLA-മാരിൽ നിന്ന് അതിൽ നിന്ന് മികച്ച ആളെ MLA-മാരോട് തന്നെ ചോദിച്ച് തിരഞ്ഞെടുക്കുക. അതിന് പകരം ഹൈക്കമാൻഡിൻ്റെ ഒരു സൈഡിൽ നിന്നുകൊണ്ട് കഴിഞ്ഞ 8 വർഷമായി ഇവിടെ കേരളത്തിൽ ഈ ഹൈക്കമാൻഡിൻ്റെ ഭാഗമെന്ന ഒറ്റ കാരണത്താൽ കുറേ MLA-മാരെ ചാക്കിൽ കയറ്റാൻ പറ്റിയ ഒരു നേതാവിനെ ഇവിടെ മുഖ്യമന്ത്രിയായിട്ട് പ്ലേസ് ചെയ്യുക എന്നുള്ളത് അടുത്താണ് ഈ പ്രഹസനം, ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് ഒരു പ്രഹസനമായി മാറിയിരിക്കുന്നത്. ഈ KC വേണുഗോപാൽ എന്ന ഒറ്റയാളെ ഇവിടെ മുഖ്യമന്ത്രിയാക്കാൻ ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ അദ്ദേഹവും അദ്ദേഹത്തിന് കൂടെ നിൽക്കുന്ന അനുചരന്മാരും അദ്ദേഹത്തിൻ്റെ ഒറ്റമിത്രമായ കോൺഗ്രസിൻ്റെ എല്ലാമായ രാഹുൽ ഗാന്ധിയും ഇതിന് ഇറങ്ങിത്തിരിച്ചില്ലായിരുന്നെങ്കിൽ ഇതിനകം നമുക്കൊരു മുഖ്യമന്ത്രിയെ കിട്ടുമായിരുന്നു, മറ്റ് മന്ത്രിമാരെ കിട്ടുമായിരുന്നു, ഇവിടെ ഒരു സത്യപ്രതിജ്ഞ ഡേറ്റെങ്കിലും കിട്ടുമായിരുന്നു, നമുക്കൊരു പുതിയ സർക്കാരിനെ കിട്ടുമായിരുന്നു. ഈ അനിശ്ചിതത്വം, ഈ പോലീസുകാരും ഇവിടുത്തെ പല സംഘടനകളും ഇപ്പോൾ എസ്കോർട്ടിൻ്റെയും പൈലറ്റിൻ്റെയും കാര്യങ്ങൾ നമ്മൾ വാർത്തയിൽ വായിക്കുന്നുണ്ട്. അതുപോലെയുള്ള മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇവിടെ എല്ലാ കാര്യത്തിനും ഒരു ഉത്തരം കിട്ടുമായിരുന്നു. പക്ഷേ ഇവിടെ 2018 ഡിസംബറിൽ ഒരു MLA പോലും കൂടെ ഇല്ലാതിരുന്ന
പെട്ടെന്ന് ഹൈക്കമാൻഡിൻ്റെ ഒരു സ്ഥാനാർത്ഥിയായി മാറിയ, അല്ലെങ്കിൽ ഹൈക്കമാൻഡിൽ അദ്ദേഹത്തിൻ്റെ സ്വാധീനം ചെലുത്തി സംഘടനാ ജനറൽ സെക്രട്ടറിയായി മാറിയ കെ സി വേണുഗോപാൽ 2018 ശേഷം കേരളത്തിലെ പാർട്ടി എങ്ങനെയാണ് അദ്ദേഹം വിഴുങ്ങിയത് എന്നുള്ളിടത്താണ് ഇതിൻ്റെ എല്ലാം പ്രശ്നം, അടിസ്ഥാന പ്രശ്നം. അവിടെ നിന്ന് അദ്ദേഹം ഓരോ MLA-മാരെ ചാക്കിൽ കയറ്റി ഓരോ തവണ അദ്ദേഹം പണത്തിന്റെയും മറ്റ് പല പരിഗണനകളും. ഇപ്പൊ കെ സി വേണുഗോപാൽ എന്ന് പറഞ്ഞാൽ മോശം നേതാവല്ല, അദ്ദേഹത്തിന് രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്. ഈ പറഞ്ഞ KSU മുഖാന്തരം തുടങ്ങി അദ്ദേഹം സംഘടനാ സെക്രട്ടറിയാണ്. ശരി, ഇനി ഹൈക്കമാൻഡ് മനസ്സിൽ ഇപ്പൊ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മല്ലികാർജ്ജുൻ ഖാർഗെയും ഈ പറഞ്ഞ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും ദീപാദാസ് മുൻഷിയുമാണ് തെറ്റിദ്ധരിക്കണം. ഒന്നുമല്ല, രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിയുടെ സോൾ തീരുമാനമാണ് ഹൈക്കമാൻഡ്. പ്രിയങ്കയും സോണിയ പോലുമാണ് ഞാൻ കരുതുന്നില്ല. രാഹുൽ ഗാന്ധിയുടെ മനസ്സിൽ KC ആണെങ്കിൽ ആ പേര് പ്രഖ്യാപിക്കുന്നേ. ഞാൻ പറഞ്ഞു അതിനുള്ള ഒരു മിനിമം ധൈര്യം ഒരു ഹൈക്കമാൻഡ് കാണിക്കണ്ടേ? അല്ല, ഇവിടെ ഹാഷ്മിക്ക് അറിയാമല്ലോ, 2019 തൻ്റെ നിയോജക മണ്ഡലത്തിൽ ജയിക്കുമോ എന്ന് അറിയില്ലാതെ അദ്ദേഹം ഉറപ്പില്ലാത്ത ഘട്ടത്തിൽ ഈ കേരളത്തിൽ വന്ന് രക്ഷ തേടുകയാണ് ഈ ഹൈക്കമാൻഡായിട്ടുള്ള രാഹുൽ ഗാന്ധി ചെയ്തത്. അദ്ദേഹത്തെ അമേഠിയിൽ പരാജയപ്പെട്ടപ്പോൾ ഈ കൊച്ചു കേരളത്തിലെ വയനാട്ടിൽ നിന്നാണ് അദ്ദേഹം ജയിച്ച് ലോക്സഭയിലെത്തിയത്. അദ്ദേഹത്തിൻ്റെ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സഹോദരിയായിട്ടുള്ള പ്രിയങ്ക, അവർക്ക് കൃത്യമായി വയനാട്ടിൽ നിന്ന് മത്സരിച്ച് വീണ്ടും ജയിക്കാനുള്ള സാഹചര്യമുണ്ടായി. ഈ ഹൈക്കമാൻഡ് പോലും കേരളം എന്ന സംസ്ഥാനത്തെ എത്രമാത്രം ആശ്രയിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണത്. അപ്പോൾ പിന്നെ അവർക്ക് ഇങ്ങനെ ഒരു ചോയ്സ്, അവരുടെ ഒരു നോമിനിയെ ഇങ്ങനെ അടിച്ചേൽപ്പിക്കാൻ അത്ര എളുപ്പമായിരിക്കില്ല എന്നുള്ളിടത്താണ് ഇതിൻ്റെ അകത്ത് ഒരു കോംപ്ലിക്കേഷൻ. അല്ലാതെ വെറുതെ രാഹുൽ ഗാന്ധിയുടെ തീരുമാനം കല്ലിൽ പിളർക്കും, അല്ലെങ്കിൽ അത് ഒരു മടിയുമില്ലാതെ ഇവിടെ ആൾക്കാരെല്ലാം അങ്ങ് അംഗീകരിക്കും. പക്ഷെ പൊതുജനം ഉണ്ടല്ലോ, ഇവിടെ കേരളത്തിലെ കോൺഗ്രസ് എന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന ആ പാർട്ടിയുടെ അണികൾക്കപ്പുറം ഇവിടുത്തെ വലിയ ജനസാഗരമുണ്ടല്ലോ. കോൺഗ്രസിന് CPM-ൻ്റെ അത്രയും പോലെ അംഗങ്ങളും അംഗബലവും സംഘടനാ ബലവും ഇല്ലാത്ത ആ പാർട്ടിക്ക് ഇത്തവണ ഇത്ര വലിയ വിജയം കൊടുത്തത് ഇവിടുത്തെ സാധാരണ ജനങ്ങളാണ്. അതിൽ അവരുടെ അണികൾക്കപ്പുറമുള്ള അനുഭാവികളുണ്ടാവും. പക്ഷെ അതിന് പുറമേയുള്ള ഒരു വലിയ പൊതുജനമുണ്ടല്ലോ, അവരുടെ എല്ലാം ഒരു വികാരം കണക്കിലെടുക്കാതെ പെട്ടെന്ന് പുറകിൽ നിന്ന് വന്ന് ഒരു ഓപ്പറേഷൻ നടത്തി ഈ ജയത്തിൻ്റെ എല്ലാം അവകാശം എനിക്കാണ്, ഞാൻ പണമിറക്കിയിട്ടാണ് ജയിക്കുന്നത്. എവിടെ നിന്നാണ്? അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നൊന്നുമല്ല, ഇത് തെലങ്കാനയിൽ നിന്നും കർണാടകയിൽ നിന്നും ഒക്കെ ഉണ്ടാക്കുന്ന പാർട്ടിക്ക് കിട്ടുന്ന ആ പണത്തിൽ നിന്നാണ് കുറച്ച് അദ്ദേഹം ഇവിടെ അവർക്ക് MLA-മാർക്ക് പ്രചരണത്തിന് കൊടുത്തു, അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല കഴിഞ്ഞ തവണത്തെ പോലെ എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ പാർട്ടിയിൽ ചില സ്ഥാനമാനങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് കുറേ MLA-മാരെ ചാക്കിൽ കയറ്റി അദ്ദേഹം ഇവിടെ മുഖ്യമന്ത്രിയാകാൻ തുനിഞ്ഞിറങ്ങിയത്. അതാണ് ഇതിൻ്റെ എല്ലാ അടിസ്ഥാന കാരണം. അല്ലെങ്കിൽ ഇവിടെ എന്താണ് പ്രശ്നം? ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം, ഇന്ന് KC വേണുഗോപാലിൻ്റെയും K സുധാകരൻ്റെയും നേതൃത്വത്തിൽ ഒരു ഗ്രൂപ്പ് യോഗം കണ്ണൂരിൽ നടക്കുന്നു എന്നുള്ള വാർത്ത വന്നത്. ഇതിൽ ഞാൻ സംശയിക്കുന്ന ഒരു കാര്യം ഞാനിവിടെ ആദ്യമായിട്ട് പറയാം. അതായത് മാർച്ച് 15 ശേഷം 3 ദിവസം K സുധാകരൻ ദില്ലിയിൽ കെട്ടിക്കിടന്നു. അദ്ദേഹത്തിന് MP ആയിട്ടുള്ള അദ്ദേഹം കണ്ണൂരിൽ അല്ലെങ്കിൽ ഈവൻ ധർമ്മടത്ത് പോലും മത്സരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ 3 ദിവസം ഹൈക്കമാൻഡിനെ മുൾമുനയിൽ നിർത്തി. എന്തിനായിരുന്നു അദ്ദേഹം ആ നാടകം കളിച്ചത്? അതുപോലും KC വേണുഗോപാലിന്റെ ഒരു താല്പര്യപ്രകാരമാണോ എന്ന് സംശയിക്കുന്ന വിധത്തിലാണ്. ചാനൽ ബോസ് ഇലക്ഷൻ വരുന്ന കാര്യം അറിയാത്തതല്ല ആർക്കും. അത് കഴിഞ്ഞ് ജയിച്ചാൽ ഒരു മുഖ്യമന്ത്രി വേണമെന്നും അറിയാത്തതല്ല ആർക്കും. അത് ജയിക്കുമെന്ന് താങ്കൾക്കടം ഉറപ്പായിരുന്നു. 100 സീറ്റിലധികം നേടുമെന്ന് താങ്കളടക്കം ആരും പറഞ്ഞില്ലെങ്കിലും താങ്കളുടെ നേതാവ് ഉറപ്പോടെ പറഞ്ഞതുമാണ് VD സതീശൻ. എന്നിട്ടും ഒരു CLP നേതാവിന് ഈ വൈകൽ എന്തിനാണ്? മാരത്തോൺ ചർച്ചകൾ ഈ ജനവിധി നിങ്ങൾക്ക് തന്നത് കോൺഗ്രസ്സുകാർ മാത്രമല്ല ചാനൽ ബോസ്, അതല്ലാത്ത വോട്ടർമാരും ഉണ്ട്. എല്ലാവരെയും നോക്കി പല്ലളിച്ച് കാണിക്കുന്ന പണിയല്ലേ നിങ്ങൾ കാണിക്കുന്നത് ചാനൽ ബോസ്? നമസ്കാരം. ഞാൻ വൈകിപ്പോയതിൽ ക്ഷമിക്കുക. ഒരു യാത്രയിലായിരുന്നു, ട്രാഫിക് അറിയാമല്ലോ. ഇവിടെ ഒരു CM-നെ തീരുമാനം 8 നാൾ വൈകുന്നു, പിന്നെയാണ് അങ്ങയുടെ 10 മിനിറ്റ് വൈകൽ. പോട്ടെ, അങ്ങ് കാര്യത്തിലിട്ടോ. അല്ല, ഞാൻ പറയണമല്ലോ, ഒരു ബുദ്ധിമുട്ട് ഉണ്ടായാൽ അത് പറയുക എന്നുള്ളതൊരു സ്വാഭാവിക നടപടിക്രമമാണ്, മര്യാദയാണ്. എങ്കിലും ഒരു കാര്യം ഞാൻ പറയാം. ശിവകുമാറും അതുപോലെ തന്നെ ആനന്ദ് കൊച്ചുകൂടിയും പറഞ്ഞതും കേട്ടുകൊണ്ടാണ് ഞാൻ വന്നത്. എൻ്റെ ഫോണിൽ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, 4-ാം തീയതി റിസൾട്ട് വരുന്നു. 5-ാം തീയതിയും 6-ാം തീയതിയുമായിട്ടാണ് കേരളത്തിലെ MLA-മാർ, എല്ലാ MLA-മാരും എന്ന് ഞാൻ പറയുന്നില്ല, സർട്ടിഫിക്കറ്റുകൾ കളക്ട് ചെയ്യുന്നത്. 7-ാം തീയതിയാണ് പാർലമെൻ്ററി പാർട്ടി കൂടുന്നത്. 8-ാം തീയതി അതിൻ്റെ റിപ്പോർട്ട് കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡന്റിന് കൈമാറുന്നു.
സ്വാഭാവികമായും ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള ശ്രീ രാഹുൽ ഗാന്ധി തൊട്ട് പിറ്റേ ദിവസമാണ് രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നേതാക്കൾ നടത്തുന്നതിനുള്ള സമയം അനുവദിച്ചത്. 3 പേരും കണ്ടു. അത് കഴിഞ്ഞ് ഇന്നലെ ഞായറാഴ്ചയാണ്. ഈ ഞായറാഴ്ച തമിഴ്നാട് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ ഒത്ത് സെറിമണിയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പോയി. ഒരു ദിവസം കഴിഞ്ഞിട്ട് ഇവിടെ ഇത്രയും കോലാഹലങ്ങളൊക്കെ ഇതിനിടയിൽ ഉണ്ടാകുന്ന അപ്രതീക്ഷിതമായ ഒരു സാഹചര്യം ഉയർന്നു വരുമ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളോട് ഒന്നുകൂടി ആലോചിക്കണം എന്ന് പാർട്ടി ചുമതലപ്പെടുത്തിയ കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടിയുടെ നിർദ്ദേശം സ്വീകരിച്ച, നിരീക്ഷകരുടെ റിപ്പോർട്ട് സ്വീകരിച്ച കോൺഗ്രസ് പ്രസിഡന്റോ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയോ നേതാക്കളോട് ഒന്നുകൂടെ ആലോചിക്കട്ടെ. ഒരു മുഖ്യമന്ത്രിയല്ലേ തീരുമാനിക്കുന്നത്? ഇത് പഞ്ചായത്ത് വാർഡിൽ ഒരാളെ തീരുമാനിക്കുമല്ലോ, അല്ലെങ്കിൽ മണ്ഡലം പ്രസിഡന്റ് തീരുമാനിക്കുമല്ലോ. ഇങ്ങനൊരു ആശയക്കുഴപ്പം, പ്രതിഷേധങ്ങൾ കാണുന്നു, ഫ്ലക്സ് ബോർഡുകൾ കാണുന്നു. ഇതൊന്നും അങ്ങനെ വലിയ കോൺഗ്രസ്സിന് ഈ മുഖ്യമന്ത്രിയെ വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അങ്ങനെ ഒരു കാര്യം കണ്ടിട്ടില്ല. ഇത് കണ്ടിട്ടുള്ളത് CPM-ലാണ്. അത് ശ്രീ അച്യുതാനന്ദനെ മുഖ്യമന്ത്രിയാകുന്ന കാലത്ത് കണ്ടിട്ടുണ്ട്, നയനാരെ മുഖ്യമന്ത്രിയാക്കുന്ന കാലത്ത് കണ്ടിട്ടുണ്ട്, പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്ന കാലത്ത് കണ്ടിട്ടുണ്ട്, പിണറായി വിജയനെ മദ്യക്കുപ്പി എറിയുന്നത് കണ്ടിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കോലാഹലങ്ങൾ കണ്ടിട്ടുണ്ട്, വഴിയിൽ പ്രകടനം കണ്ടിട്ടുണ്ടെങ്കിലും കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ തെരുവിൽ പ്രകടനമൊന്നും നടത്തിയിട്ടില്ല ഇതിനു മുമ്പ് ഒരിക്കലും. അപ്പോൾ അത് കേട്ടുകേൾവിയില്ലാത്തൊരു കാര്യമാകുമ്പോൾ സ്വാഭാവികമായും ഒന്നുകൂടി പരിശോധന നടത്തണം എന്നൊരു നേതൃത്വം തീരുമാനിച്ചാൽ, അതിനൊരു ദിവസം എടുത്താൽ അല്ലെങ്കിൽ 2 ദിവസം എടുത്താൽ അത് വലിയ മഹാഭാവമൊന്നുമല്ല. ഇവിടെ സൂചിപ്പിച്ചതുപോലെ 23 വരെ ഈ ഗവൺമെൻറ്റിന് സമയമുണ്ട്. പിന്നെ നമുക്ക് ആകുലതകൾ എന്താ ഉണ്ടാകാൻ കാര്യം, അല്ലെങ്കിൽ ഇങ്ങനെ വാദപ്രതിവാദങ്ങൾ ഉണ്ടാകാൻ കാര്യം എന്താ? വലിയ ചർച്ചകൾ ഉയർന്നു വരുന്നു സൈബർ ഇടങ്ങളിൽ, ചാനലുകളിൽ. ബിഗ് ബ്രേക്കിങ്ങുകളാണ്, മണിക്കൂർ ഇടവിട്ട് പറയുകയാണ് ഇയാൾ മുഖ്യമന്ത്രിയാവും, മറ്റേയാൾ മുഖ്യമന്ത്രിയാവും, അയാളുടെ കൂടി ഇത്ര പേർ, ഇയാളുടെ ഇതൊക്കെ പറയുന്നത് കേട്ടാൽ തോന്നുന്നു ഇവരെല്ലാവരുമാണ് പാർലമെൻ്ററി പാർട്ടിയിൽ ഇരുന്നതെന്ന് തോന്നും. മനസ്സിലായില്ലേ? ഇന്ന് ചില മാധ്യമങ്ങളിൽ കണ്ടത് VD സതീശൻ ആഞ്ഞടിച്ചു. ആർക്കിട്ട് ആഞ്ഞടിച്ചു? കാർഗയ്ക്ക് കിട്ടോ അതോ രാഹുൽ ഗാന്ധി കിട്ടോ? ആർക്കിട്ട് ആഞ്ഞടിച്ചത്? പറയുന്നതിനൊക്കെ ഒരു ലോജിക്ക് വേണ്ടേ? കോൺഗ്രസ് പ്രസിഡന്റിന് മുൻപിൽ ഇവരെങ്ങനെ ഇരിക്കും? ഇവർക്ക് ഇരിക്കാൻ കഴിയുന്നതിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ പരിധി എത്രത്തോളം ഉണ്ട്? രാഹുൽ ഗാന്ധിയുടെ അടുത്തിരുന്നാൽ എന്തൊക്കെ പറയാം, ഏതൊക്കെ പറയാം, അതിന് ലിമിറ്റ് എത്രയുണ്ട്? ഇതൊന്നും അറിയാതെ ആരെങ്കിലും ഫീഡ് ചെയ്യുന്ന കേട്ട് സതീശൻ ആഞ്ഞടിച്ചു. ഇതാണ് രാഹുൽ രാജാവ്. രമേശ് ചെന്നിത്തല പൊട്ടിക്കറിഞ്ഞെന്ന് എന്താ പറയാഞ്ഞത്? ഇത് രാഹുൽ രാജാവല്ല, അദ്ദേഹം സിംഹാസനത്തിൽ ഇരിക്കുന്നു, നേതാക്കൾ പോയി അടിയാന്മാരെ പോലെ താഴെ ഇരിക്കുന്നു. സ്വാതന്ത്ര്യം എന്താണത്? അതെന്താണ് അങ്ങനെ പറയാമോ? അടിയാന്മാരല്ല, എന്ത് സ്വാതന്ത്ര്യക്കുറവ്? ആർക്കെന്ത് സ്വാതന്ത്ര്യക്കുറവ് നേതാവിനോട് സംസാരിക്കാൻ? എന്തിനാണ് ഭയക്കുന്നത്? എന്തിനാണ്? ആരെയാണ് ഭയക്കേണ്ടത്? ഇത് കേൾക്കൂ നിങ്ങൾ. എന്താ ആഷ്മി, ഭയമല്ലല്ലോ, ആഞ്ഞടിക്കുക. ആർക്കിട്ട് ആഞ്ഞടിക്കുന്നതാണ് ഞാൻ ചോദിച്ചത്. ആഞ്ഞടിക്കാന്ന് പറഞ്ഞാൽ എന്താണ്, പോയി ചെള്ളക്കടിക്കുന്ന കാര്യമല്ല. രൂക്ഷമായി സംസാരിച്ചു എന്ന് പറയുന്ന പ്രയോഗത്തിൽ പറയുന്നതാണ്. എന്റെ ചാനൽ ബോസ്, ഇവിടെ 102 സീറ്റിന്റെ ഒരു മഹത്തായ ജനവിധി നാട് നിങ്ങൾക്ക് നൽകി. അതിനെ മുഴുവൻ പല്ലൊളിച്ച് കാണിച്ചുകൊണ്ട് അവിടെ ചർച്ച ഇവിടെ ആഞ്ഞടിച്ചു എന്നൊരു വാക്ക് കൊടുത്തതാണോ അങ്ങേക്ക് വലിയ എന്താ മഹാപരാധമായിട്ട് തോന്നുന്നേ മാധ്യമങ്ങളുടെ മേൽ? ആദ്യം മുഖ്യമന്ത്രിയുടെ പേര് പ്രഖ്യാപിക്കാൻ പറ. അങ്ങനല്ല ഞാൻ പറയുന്നത് കേൾക്കൂ. അത് ഞങ്ങൾ പ്രഖ്യാപിച്ചോളാം. ഞങ്ങളുടെ പാർട്ടിയുടെ പ്രോസസ്സ് പൂർത്തിയാക്കി പ്രഖ്യാപിച്ചോളാം. നിങ്ങളെ ഞാൻ പിൻ പോയിന്റ് നിർത്തി തീരുമാനിക്കാൻ പോവാണോ? അതെന്താ ഏത് ജനാധിപത്യത്തിൽ പറയുന്ന കാര്യമാണ്? നിങ്ങൾ ഇപ്പോൾ ഈ നിമിഷം മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കണം എന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ അധികാരം? വോട്ട് ചെയ്ത ജനത്തിന് അവകാശം ഉണ്ടെന്നേ അവരുടെ മുഖ്യമന്ത്രി ചോദിക്കാൻ. മത്സരിപ്പിച്ച് ജയിപ്പിച്ച MLA വോട്ട് ചെയ്ത ജനങ്ങൾക്ക് ഞങ്ങളുടെ മുഖ്യമന്ത്രി എവിടെ എന്ന് ചോദിക്കാൻ അവകാശം എനിക്കുണ്ട്. ഞങ്ങൾ തീരുമാനിച്ച് അത് നിങ്ങൾക്കല്ല. ഇനി CPM-ന് വോട്ട് ചെയ്ത ഒരു പൗരന് ഈ മലയാളിക്ക് ചോദിക്കാം, എന്റെ നാടിന്റെ മുഖ്യമന്ത്രി എവിടെയാണ്? 10 ദിവസമായി അനാഥമായി കിടക്കുകയാണ്, എവിടാ മുഖ്യമന്ത്രി ചോദിക്കാം, അവകാശമുണ്ട്. കേരളത്തിൽ 23-ാം തീയതി വരെ നിലവിലിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് അധികാരം ഉണ്ടെന്നറിയാമോ ഹാഷ്മി? അറിയാമോ? ഈ 23-ാം തീയതി വരെ ആ മുഖ്യമന്ത്രിക്ക് അധികാരം ഉണ്ടെന്ന് അറിയാമോ? അല്ല, ഞാൻ പറഞ്ഞത് ആ മുഖ്യമന്ത്രിയെ തന്നെ ബാക്കി 5 വർഷം കൂടെ ഒരു കുഴപ്പമില്ലാത്ത ആൾക്കാരെ കൂടെ ആലോചിപ്പിക്കരുത്, അതേ ഉള്ളൂ. 23-ാം തീയതി വരെ കസേരയിരിക്കുന്ന കാവൽ മുഖ്യമന്ത്രിക്ക് കൂടെ 5 വർഷം കൂടെ ഊഴം കൊടുത്താൽ മതിയായിരുന്നു, ഇതിനേക്കാൾ ഭേദം അതായിരുന്നു എന്ന് നാട്ടുകാരെ കൂടെ പറയിപ്പിക്കരുത്. കഴിഞ്ഞ 10 വർഷക്കാലം ഒരുപാട് വാഴ്ത്തുപാട്ടുകൾ ഉണ്ടായിരുന്നല്ലോ, അവരൊക്കെ എന്ത് ചെയ്യേ? എവിടെ പോയി? മുഴുവൻ ചാനലുകളും തുറന്നു വെച്ച് വാഴ്ത്തുപാട്ടായിരുന്നല്ലോ. അന്നും നിങ്ങൾ ക്രൂശിക്കാൻ ശ്രമിച്ചത് കോൺഗ്രസിനെയാണ്. ഞങ്ങൾ 10 വർഷം ഇന്ത്യയിലും കേരളത്തിലും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അപ്പോഴും നിങ്ങൾ മാധ്യമ സമൂഹം വേട്ടയാടാൻ ശ്രമിച്ചത് ഞങ്ങളെയാണെന്ന് ഞങ്ങൾക്ക് അറിയാമെന്നേ. ഇപ്പോഴും അത് ചെയ്യുമെന്ന് ഞങ്ങൾക്കറിയാം. അതിനൊന്നും ഞങ്ങൾക്ക് തർക്കമില്ല, ഞങ്ങൾക്ക് അതിനൊന്നും വിരോധമില്ല. നിങ്ങളുടെ സ്വാതന്ത്ര്യം നിങ്ങൾ ഉപയോഗിച്ചോ. ഇവിടെ രാജാവും പ്രജയും ഒന്നുമില്ല. ഞാൻ പറഞ്ഞത് കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡന്റിനോടും ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവിനോടും സംസാരിക്കുന്നതിന് രീതികളുണ്ട്, ആവശ്യങ്ങൾ പറയുന്നതിന് രീതികളുണ്ട്. ആ ഔചിത്യം പാലിച്ചുകൊണ്ടുള്ള ചർച്ചകളാണ് നടന്നത്. ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ആദ്യം നേതാക്കൾ കൊടുത്ത നിർദ്ദേശം എന്താ? നേതൃത്വം കൊടുത്ത നിർദ്ദേശം എന്താ? കേരളത്തിൽ ഇപ്പോഴുള്ള സാഹചര്യം സംഘടനയ്ക്ക് ഗുണമല്ല, വിജയത്തിൻ്റെ മഹിമ കെടുത്തുന്നതാണ്. അതുകൊണ്ട് ഏത് നേതാവ് നേരിട്ട് ഓപ്പറേറ്റ് ചെയ്താലും ചെയ്തതല്ലെങ്കിലും ഉയർന്നു വന്ന തർക്കങ്ങൾ അവസാനിപ്പിക്കണം.
അതിന് നിങ്ങൾ ആദ്യം പോയി തർക്കങ്ങൾ അവസാനിപ്പിച്ചു, ഐക്യത്തിൽ പോകുന്നു എന്ന സന്ദേശം കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുക്ക്, കേരളത്തിലെ മുന്നണി പ്രവർത്തകർക്ക് കൊടുക്ക്, കേരളത്തിലെ പാർട്ടി പ്രവർത്തകർക്ക് കൊടുക്ക്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള അധികാരം ഞങ്ങളിൽ നിക്ഷിപ്തമാണല്ലോ, അത് ഞങ്ങൾ ചെയ്യും. ആദ്യം നിങ്ങൾ ഈ കലഹങ്ങൾ അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞ് ഒരു ദിവസം സമാധാന അന്തരീക്ഷം ഉണ്ടാകാൻ കാത്തിരുന്നാൽ, ഒരു തർക്കം ഉയർന്നു വരുന്ന പരിഹരിക്കാൻ നേതാക്കൾ ഒരു ഡിലേ ഡിസിഷൻ എന്നുള്ള നിലയിൽ ഒരു ദിവസം സാവകാശം കൊടുത്താൽ അതിലെന്താണ് തെറ്റ്? ഇവിടെ ആകെ സീറ്റ് തികയാതിരുന്ന വിജയ് അവിടെ മുഖ്യമന്ത്രിയായി ഇന്നലെ ഗംഭീരമായ ചടങ്ങ്. രാഹുൽ ഗാന്ധി അവിടെ ഉണ്ടായിരുന്നു. അതായത് ഇവിടെ ബംഗാളിൽ അവിടെ മുഖ്യമന്ത്രിയായി, അസമിലും പുതുച്ചേരിയിലും മുഖ്യമന്ത്രി ഡേറ്റ് തീരുമാനമായി. ഇവിടെ മാത്രം അങ്ങനെ നീണ്ടുപോകുമ്പോഴേക്കും ചോദിക്കുമ്പോഴത്തേക്കും തെരുവിൽ 4 ഫ്ലക്സും തെരുവിലെ 4 മുദ്രാവാക്യമാണോ ആനക്കാര്യം? അതിന് വഴിയൊരുക്കിയത് ഹൈക്കമാൻഡില്ലേ സാറേ? അതല്ലേ പരിഹാരം ഉണ്ടാവേണ്ടത്? ഞാൻ തിരികെ എത്താം ഇടവേളയ്ക്ക്. ഒരു മുദ്രാവാക്യവും ലാൽകുമാർ, തൃക്കരിപ്പൂര് 19 കൊല്ലമായി അരിവാളല്ലാത്ത ഒരു പാർട്ടി ചിഹ്നം നിയമസഭയിലേക്ക് ചിന്തിക്കുകയേ ചെയ്യാത്തൊരു മണ്ഡലമാണ്. അവിടെയാണ് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി. അതാ നാട്ടിൽ ജനിച്ചു വളർന്ന മുസ്തഫയെ മറ്റൊരു സീറ്റും കൊടുക്കാനില്ലാതെ യഥാർത്ഥത്തിൽ കോൺഗ്രസ് നടതള്ളി വിട്ടൊരു സ്ഥാനാർത്ഥിയാണ് ചുരുങ്ങിയ ദിവസങ്ങളിൽ പ്രചാരണം നടത്തി പിടിച്ചെടുത്തത്. അതടക്കം ആഴമുള്ള തോൽവിയാണ്. 1 മാസമെങ്കിലും ചർച്ചയാവേണ്ടതാണ്. അതില്ലാതാക്കിയതിൽ യഥാർത്ഥത്തിൽ CPM നന്ദി പറയേണ്ടത് രാഹുൽ ഗാന്ധിയോടും ടീമിനോടും അല്ലേ ശ്രീ അഡ്വക്കേറ്റ് ലാൽകുമാർ? അങ്ങനൊന്നുമല്ല ഹാഷ്മി. കാര്യം CPM-നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ CPM-ന് പുറത്തു നിൽക്കുന്ന ഒരാളാണ്. പക്ഷേ CPM-ൻ്റെ സംഘടനാ രീതിയെക്കുറിച്ച് ധാരണയുള്ളതുകൊണ്ട് CPM-നെ സംബന്ധിച്ചിടത്തോളം CPM ഇത് ഉള്ളിലാണ് പരിശോധിക്കുക. ഇപ്പോൾ തൃക്കരിപ്പൂർ എന്താണ് സംഭവിച്ചത്, പയ്യന്നൂർ എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ തളിപ്പറമ്പിൽ എന്താണ് സംഭവിക്കുന്നത്, ഇത് ഓരോ മണ്ഡലത്തിലും ഇപ്പം നമ്പൂതിരിപ്പാട് മത്സരിച്ച സ്ഥലമാണ്, അല്ലെ നായനാർ മത്സരിച്ച സ്ഥലമാണ് തൃക്കരിപ്പൂർ. അവിടെ എങ്ങനെ നഷ്ടപ്പെട്ടു എന്നുള്ളത് അതൊരു ഇൻറ്റേർണൽ അനാലിസിസ് ആണ് നടത്തേണ്ടത്. അത് ജനങ്ങളുമായി ചേർന്ന അല്ലെങ്കിൽ ഇവിടുത്തെ കോൺഗ്രസുമായി ചേർന്ന ഒരു കാര്യമല്ല. അത് വളരെ കെയർഫുള്ളായിട്ട് നടത്തേണ്ടതാണ്. വലിയ ഡെലിബറേഷൻസ് അതിനകത്ത് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അതിനകത്തൊരു സംശയമില്ല. കാര്യം നമ്മൾ തോറ്റത് വലിയ മാഗ്നിറ്റ്യൂഡിലാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചർച്ചയ്ക്ക് വന്നപ്പം ഹാഷ്മി ഓർക്കുന്നുണ്ടെന്നു, ഹാഷ്മിയുടെ കൂടുതലായിരുന്നോ എനിക്കറിയില്ല, ഞാൻ അപ്പം പറഞ്ഞതാണ് നമ്മൾ ജയിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. തോക്കുവാണെങ്കിൽ വലിയ സ്കെയിലും തോക്കും. കാര്യം തരംഗം ഉണ്ടേലേ നമ്മൾ തോക്കൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ തരംഗം ഉണ്ടായിരുന്നു, അതിനനുസരിച്ച് നമുക്ക് തോൽവി നേരിടേണ്ടി വന്നു. അപ്പം അതിന് ആ തരംഗം ഉണ്ടാകത്തക്ക രീതിയിലുള്ള ഫാക്ടേഴ്സ്, ദർ കുഡ് ബി മൾട്ടിപ്പിൾ നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. ആ ഫാക്ടേഴ്സ് എന്തൊക്കെയെന്ന് അറിയേണ്ടതായിട്ട് ആവശ്യമുണ്ട്. അപ്പം കോൺഗ്രസിൻ്റെ പ്രോസസ്സും ഇതും തമ്മിൽ മിക്സ് ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ നോക്കൂ, അനിൽ ബോസ് ഇന്നത്തെ ഒരു ഇതിലങ്ങ് പറഞ്ഞതാണ് പല കാര്യങ്ങളും. എനിക്കതിനകത്ത് 1-2 റിസർവേഷൻസ് ഉണ്ട്. ഇപ്പം അനിൽ ബോസ് വരുന്നതിന് മുമ്പ് തൊട്ട് മുമ്പ് ഹാഷ്മി കാണിച്ച ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ എന്താണ്? അത് മുസ്ലിം ലീഗിൻ്റെ നേതാവാണ്. അദ്ദേഹം തന്നെ പറയുന്നത് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ കോൺഗ്രസ്സിനകത്ത് നടക്കുന്ന ഈ പ്രശ്നം കൊണ്ട് കോൺഗ്രസ്സിലെ അല്ലെങ്കിൽ UDF-ലെ തന്നെ രണ്ടാമത്തെ ഘടകകക്ഷിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ട് എന്ന് മുസ്ലിം ലീഗ് നേതാവാണ് പറഞ്ഞത്. നമ്മളാരും അല്ലല്ലോ. നമ്മൾ ഈ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നു, നമ്മൾ ഈ വിഷയങ്ങളെയൊക്കെ അനലൈസ് ചെയ്യുന്നു എന്ന് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ കൃത്യമായി അദ്ദേഹം പറയുന്നു അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്, പല ഘട്ടങ്ങളിലായി നമുക്കത് മനസ്സിലാകുന്നുണ്ട്. ഇവിടെ എന്താണ് ബുദ്ധിമുട്ട്? ഞാൻ ആനന്ദ് കൊച്ചുകൂടി സത്യം പറഞ്ഞാൽ വളരെ വളരെ കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിച്ചു. കാര്യം എന്താണ് ആനന്ദ് പറഞ്ഞതിൻ്റെ അതാണ് അതിൻ്റെ റിയൽ സബ്സ്റ്റൻസ്. നിങ്ങൾ 10 ദിവസമോ 15 ദിവസമോ ഒക്കെ ഒരു മുഖ്യമന്ത്രി ചർച്ചയിലേക്ക് പോവുകയാണെങ്കിൽ തെറ്റൊന്നുമില്ല. നിങ്ങളുടെ ആരാണ് ഏറ്റവും നല്ല സ്ഥാനാർത്ഥി എന്ന് നോക്കി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. പക്ഷേ ഇവിടെ കുഴപ്പം MLA അല്ലാത്തുള്ള ഒരാൾ ക്ലെയിം വെക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതിന് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, MLA ആയിട്ടില്ലാത്ത ആൾക്കാർ CPM-ൽ മുഖ്യമന്ത്രി ആയിട്ടില്ലേ? ആയിട്ടുണ്ട്. പക്ഷെ അതെപ്പോഴാണ്? മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തോറ്റപ്പോഴാണ്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇപ്പം നിങ്ങൾക്ക് മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ള ആൾക്കാർ തോക്കുവാണെങ്കിൽ നിങ്ങൾ പറയുന്നതിനകത്ത് കാര്യമുണ്ട്. 96-ൽ വി എസ് അച്യുതാനന്ദനായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. സാധാരണഗതിയിൽ അങ്ങനെ പബ്ലിക്കായിട്ട് പറയുന്ന ഒരു രീതി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇല്ലേലും അന്ന് വി എസ് അച്യുതാനന്ദൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഞാൻ ജയിച്ചാൽ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആയിരിക്കും, ഈഴവ മുഖ്യമന്ത്രി ആയിരിക്കില്ല എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പം അന്ന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്നു. പിന്നീട് നായനാരെ പരിഗണിക്കത്തക്ക രീതിയിലുള്ള സാഹചര്യം വന്നു. കാര്യം അത്രയും വലിയൊരു സ്റ്റോൾവേർട്ട് തന്നെ വേണം എന്ന് പാർട്ടിക്ക് നിർബന്ധമുണ്ടായിരുന്നു. പിന്നീട് വി എസ് അച്യുതാനന്ദനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നോക്കൂ, നമ്മളെല്ലാം കണ്ട വിഷയങ്ങളാണ്. കേരളത്തിൽ വി എസ് അച്യുതാനന്ദൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുന്നു. അത് ജനങ്ങൾ റോഡിലിറങ്ങി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ പാർട്ടി പരിഗണിക്കുകയാണ് ചെയ്തത്, അല്ലേ? അല്ലാതെ മാറി നിന്നോ എന്ന് പറയുകയല്ല ചെയ്തത്. പാർട്ടി പറയുകയും മുഖ്യമന്ത്രി ആകുകയും തന്നെയാണ് ചെയ്തത്.
പിന്നെ രണ്ടാമത്തെ തവണ ഒബ്വിയസ്ലി അദ്ദേഹം ഏജ്ഡായി. പിന്നെ പാർട്ടിക്ക് പാർട്ടിയുടേതായിട്ടുള്ള പരിഗണനയുണ്ട്. ഒരു പ്രാവശ്യം മുഖ്യമന്ത്രിയായി, 2 പ്രാവശ്യം പ്രതിപക്ഷ നേതാവായി, പല പ്രാവശ്യം പാർട്ടി സെക്രട്ടറിയായി. ഇപ്പോൾ മുഖ്യമന്ത്രി ആയിട്ടില്ലാത്ത പിണറായി വിജയൻ മുഖ്യമന്ത്രി ആകട്ടെ, അദ്ദേഹം MLA കൂടിയാണല്ലോ. അപ്പം അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു സാഹചര്യം അല്ല സത്യത്തിൽ വന്നിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ രമേശ് ചെന്നിത്തലയും VD സതീശനും തമ്മിലായിരുന്നു ഈ തർക്കമെങ്കിൽ ഇവർ ഹൈക്കമാൻഡ് ഇടപെട്ടുന്നു, പരിഹരിക്കുന്നു. നമുക്ക് ഓക്കെയാ, 10, 15, 22-ാം തീയതി തീരുമാനിച്ചാൽ മതി, 22-ാം തീയതി തീരുമാനിച്ചാൽ മതി. പക്ഷേ ഇവിടെ നിങ്ങളുടെ മാധ്യമ വാർത്തകളിൽ വെച്ച് നമുക്ക് മനസ്സിലാക്കുന്നത് MLA-മാർ എല്ലാവരും KC വേണുഗോപാലിൻ്റെ പേര് പറയുന്നു. അദ്ദേഹത്തിൻ്റെ പേര് എങ്ങനെ പറയുന്നു? സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ടിരുന്ന അദ്ദേഹം, അല്ലെ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന അദ്ദേഹം ഈ പറയുന്ന MLA-മാർക്ക് അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവർക്ക് താല്പര്യമുള്ളവർക്ക് സീറ്റ് കൊടുത്തു. ആ സീറ്റ് കൊടുത്തതിനെ അടിസ്ഥാനപ്പെടുത്തി അവർക്ക് എല്ലാവരും KC വേണുഗോപാലിൻ്റെ പേര് പറയും. ഇപ്പം നമ്മൾ ജയിച്ചു കഴിഞ്ഞ് മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പുറത്ത് നിൽക്കുന്ന ഒരാളുടെ പേര് പറയുക എന്ന് പറഞ്ഞാൽ അതൊരു സുഖകരമായ കാര്യമല്ല. കാരണം കേരളത്തിലല്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം നടന്നിട്ടുള്ളത്, കേരളത്തിലും കൂടിയാണ്. അതാണ് അതിൻ്റെ വ്യത്യാസം. മഹാരാഷ്ട്ര അല്ലെങ്കിൽ ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ അവിടുത്തെ പ്രവർത്തനങ്ങൾ എത്രമാത്രം ഫ്രൂട്ട്ഫുള്ളായി, എത്രമാത്രം ബെനിഫിഷ്യലായി കോൺഗ്രസ്സിന് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്കെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ കർമ്മഭൂമി അതൊരിക്കലും കേരളം മാത്രമായിരുന്നില്ല. കേരളത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ നിശ്ചയമായി ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ വെക്കുമ്പം സ്ഥാനാർത്ഥിയെ പോലും നിർണ്ണയിക്കാൻ ശക്തിയുള്ള, അല്ലെങ്കിൽ അനിൽ ബോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ അടുത്ത് എന്തൊക്കെ പറയാം എന്നുള്ള ചോദ്യത്തിൽ VD സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും പറയാൻ പറ്റുന്നതിനെക്കാട്ടിലും കൂടുതൽ കാര്യം രാഹുൽ ഗാന്ധിയുടെ അടുക്ക പറയാൻ പറ്റുന്ന ഒരാൾ അദ്ദേഹത്തിന് താല്പര്യമുള്ള സ്ഥാനാർത്ഥികളെ നിർണ്ണയിച്ച് അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താനായി ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു ആഗ്രഹം തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ ഇവിടെ വലിയ രീതിയിൽ പണിയെടുത്ത ആൾക്കാർ VD സതീശനും രമേശ് ചെന്നിത്തലയും, ഞാനിപ്പോൾ ഒരാളുടെ പേര് പറയുന്നില്ല, എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി VD സതീശൻ ഒരു ബെറ്റർ ക്ലെയിം അതിനകത്തുണ്ട്. കാര്യം രമേശ് ചെന്നിത്തല ഒരു പ്രാവശ്യം പ്രതിപക്ഷ നേതാവായി ഇരുന്ന് തോറ്റുപോയ ആളാണ്, പിന്നെയും പ്രതിപക്ഷ നേതാവായി തോറ്റുപോയ ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. പ്രതിപക്ഷ നേതാവായി ഇരുന്ന് ജയിച്ച ആളാണ് VD സതീശൻ. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ബെറ്റർ ക്ലെയിം ഉണ്ട്. അദ്ദേഹത്തെ ഇഗ്നോർ ചെയ്തുകൊണ്ട് നിങ്ങൾ MLA-മാരുടെ പൊസിഷൻ നോക്കിക്കൊണ്ട് ഒരു തീരുമാനം എടുക്കുന്നതിനകത്ത് പുറത്ത് നിൽക്കുന്ന ആളെന്നുള്ള രീതിയിൽ എനിക്ക് നോക്കൂ, കോൺഗ്രസ് പൂർണ്ണമായും കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യമാണ്, പൂർണ്ണമായും. പക്ഷേ അതിനകത്തൊരു അനീതിയുണ്ട് എന്ന് ഉറക്കെ വിളിച്ചു പറയേണ്ടത് ഒരു ബാധ്യത ഉണ്ടെന്നാണ് തോന്നുന്നത്. ആ ഉറക്കെ വിളിച്ചു പറയാൻ നമ്മൾ പറയുന്നതിനെക്കാട്ടിലും ശക്തിയായി കോൺഗ്രസിൻ്റെ അണികൾ പറയുന്നു, കോൺഗ്രസിൻ്റെ അണികളുടെ താല്പര്യങ്ങൾ വെളിയിൽ വരുന്നു. നിങ്ങൾ തിരുവനന്തപുരത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഹാഷ്മി അപ്പോൾ വാർത്ത വായിച്ചുകൊണ്ടിരുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഹാഷ്മി ചോദിക്കുന്നു, ഇത് പാളയത്താണോ എന്ന് ചോദിച്ചാൽ മറ്റൊരിടത്തും കൂടെ അതേ സ്ഥലത്ത് അതേ സമയത്ത് പ്രകടനം നടക്കുന്നുണ്ടായിരുന്നു. വലിയ ശക്തമായ പ്രകടനം VD സതീശന് അനുകൂലമായി നടക്കുന്നു. ഒരു വിജയാഘോഷം എന്ന് വിളിച്ചപ്പോൾ പോലും KC വേണുഗോപാലിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നു, അദ്ദേഹത്തിൻ്റെ പോസ്റ്റർ കീറുന്നു, പിറ്റേ ദിവസം അദ്ദേഹത്തിൻ്റെ പോസ്റ്ററിൽ തുപ്പി. ഇതിലൊന്നും നമുക്ക് യോജിപ്പില്ല. പക്ഷേ അങ്ങനെ ഒരു രീതിയിലേക്ക് ഇവിടുത്തെ സാഹചര്യം ഉരുത്തിരിഞ്ഞു എന്നുള്ളത് KC വേണുഗോപാൽ ഒരു ക്ലെയിം വെച്ചു എന്നുള്ളതാണ്. അദ്ദേഹം അങ്ങനെ ക്ലെയിം വെക്കാൻ പാടില്ലായിരുന്നു, നിശ്ചയമായും ക്ലെയിം വെക്കാൻ പാടില്ലായിരുന്നു. അദ്ദേഹം എന്തേലും ഇവിടെ ഒറ്റ സെക്കൻഡ് കൺക്ലൂഡ് ചെയ്യാം. അദ്ദേഹം ഒരു കാരണവശാലും വെക്കരുതെന്ന് പറഞ്ഞാൽ അദ്ദേഹം 2 മാസം മുമ്പ് മറ്റൊരു ചാനലിൽ കൊടുത്ത ഇൻ്റർവ്യൂവിന് എൻ്റെ പേര് വെട്ടിക്കോ എന്ന് വ്യക്തമായി പറഞ്ഞ ആളാണ്. ഞാൻ ആ മുഖ്യമന്ത്രി പദത്തിലേക്കോ മുഖ്യമന്ത്രി പദ താല്പര്യങ്ങളോ എനിക്കില്ല എന്ന് വ്യക്തമാക്കിയ സ്ഥിതിക്ക് പിന്നീട് എന്താണ് ഈ കൺഫ്യൂഷൻ? അല്ലെ വ്യക്തമാക്കണം, ഇവർ തമ്മിലാണ് കൺഫ്യൂഷൻ. അത് രമേശ് ചെന്നിത്തലയും VD സതീശനും. ഇപ്പം രമേശ് ചെന്നിത്തലയുടെ പ്രതികരണങ്ങളൊക്കെ കാണുമ്പം എനിക്ക് തോന്നുന്നത് രമേശ് ചെന്നിത്തല അദ്ദേഹത്തിൻ്റെ ആ ഹോപ്പ് അബാൻഡൻ ചെയ്തു എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ഇപ്പം VD സതീശൻ്റെ ക്ലെയിം മാത്രമേ വലിയ ശക്തിയിൽ അവിടെ നിൽക്കുന്നുള്ളൂ. അദ്ദേഹത്തിനോട് ഒരു അനീതി നടക്കുന്നു എന്ന് ഉറച്ചു വിളിച്ചു പറയാൻ മടിയില്ല. നിങ്ങൾ ക്ഷമിക്കുമെന്നാണ് വിചാരിക്കുന്ന. കാര്യം മറ്റൊരു പാർട്ടിയെക്കുറിച്ചൊരു അഭിപ്രായം അനീതി ആയതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ശ്രീകുമാർ, ഇവിടെ നേരത്തെ ലീഗിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി പറഞ്ഞ മാത്രമല്ല, KM അഭിജിത്ത് ഒരു കല്യാണ വീട്ടിൽ പോകുന്നു. കല്യാണ വീട്ടിൽ പോകുമ്പോഴേക്കും എല്ലാവരുടെ വളഞ്ഞു വെച്ച് ചോദ്യം ചോദിക്കുമ്പോഴേക്കും ലാസ്റ്റ് അഭിജിത്ത് നമ്മുടെ ന്യൂ ഇൻ്റർനാഷണൽ പുറത്ത് വന്ന ചിത്രം അത് ആണെന്ന് പറഞ്ഞ് കഴിച്ചിലാവുകയാണ്. അവിടെ ഓടി രക്ഷപ്പെടുകയാണ്. ഇത് ഏതെങ്കിലും ഒരാളുടെ മാത്രം അഭിപ്രായമല്ല. നമ്മൾ ഈ അഭിനന്ദനം അറിയിക്കാൻ വിളിക്കുന്ന സകലമാന MLA-മാർ നമ്മുടെ രഹസ്യം പറയുന്നുണ്ട്, പുറത്തിറങ്ങി നടക്കാൻ വയ്യാത്ത അവസ്ഥയാണ് എന്ന് പറയുന്നുണ്ട്, ആൾക്കാർ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. 3 ഒരാളുടെ പേര് ഹൈക്കമാൻഡ് തീരുമാനിച്ചതാണ്. അത് പ്രഖ്യാപിച്ചാൽ ഗ്രൗണ്ടിലുണ്ടായേക്കാവുന്ന കാലുഷ്യം അവർ ഭയക്കുന്നു. അതുകൊണ്ട് കൂളിംഗ് ടൈമോ അല്ലെങ്കിൽ എന്ത് കുന്തുമെങ്കിലും ആവട്ടെ എന്നൊരു നിസ്സംഗതയിലേക്ക് ഗ്രൗണ്ടിനെ പാകപ്പെടുത്താനുള്ള വൈകൽ എന്ന് നിലയ്ക്ക് വേണോ ശ്രീകുമാർ ഈ ചർച്ച എന്ന സ്ട്രാറ്റജി? നോക്കൂ ഹാഷ്മി,
ഈ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നത് വൈകുന്നതുമായി ബന്ധപ്പെട്ട് ആർക്കും വിമർശിക്കാം, എന്ത് അഭിപ്രായം പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ അതെല്ലാം അതിൻ്റേതായ തലത്തിൽ നമുക്ക് ഉൾക്കൊള്ളേണ്ടി വരും. അത് സംശയമൊന്നും ഇല്ലാത്ത കാര്യമാണ്. ഇവിടെ നേതൃതലത്തിലുള്ള ഒരാളാണ് ശ്രീ അനിൽ ബോസ്. അപ്പോൾ അദ്ദേഹത്തിന് ചില പരിമിതികളൊക്കെ ഉണ്ട്. പക്ഷേ ഞാനൊരു സഹയാത്രികൻ മാത്രമാണ്, കോൺഗ്രസിൻ്റെ ഒപ്പം നടക്കുന്ന ഒരാളാണ്. അപ്പോൾ ഒപ്പം നടക്കുന്ന ഒരാളെ കാലിൽ ചവിട്ടി വീഴ്ത്താൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആ പണി ചെയ്യില്ല. പക്ഷേ ഞാൻ ചില കാര്യങ്ങൾ പറയാം. അതായത് ഇവിടെ ശ്രീ ഹാഷ്മി ചോദിച്ചല്ലോ, നമ്മുടെ പ്രവർത്തകരുണ്ടല്ലോ, അവരെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത അസ്വസ്ഥത വന്നു. കാരണം അവർക്ക് മുഖ്യമന്ത്രി ആരാവുക എന്നുള്ള ആയിരുന്നില്ല വിഷയം. കാരണം പിണറായി ഗവൺമെൻറ്റിനെ വലിയ ഭൂരിപക്ഷത്തിൽ തൂത്തെറിഞ്ഞ ശേഷം ആഹ്ലാദിക്കാൻ പെട്ടെന്നൊരു ദിവസം കിട്ടണമായിരുന്നു. അത് കിട്ടുന്നില്ല. അതിങ്ങനെ ഇൻ്റർവെല്ലായി നടക്കുകയാണ്. അപ്പോൾ ഓരോ ദിവസം ചെല്ലുന്തോറും ഇങ്ങനെ ആവേശം കുറഞ്ഞു വരും. ഇനിയിപ്പോൾ അവർക്ക് ആരാണോ മുഖ്യമന്ത്രി ആകുന്നത്, ആ മുഖ്യമന്ത്രി ആകുന്ന ആളെ അനുസരിച്ചിരിക്കും ഇനിയുള്ള അവരുടെ ആവേശവും ആഘോഷവുമെല്ലാം. ഇതൊക്കെ ഇതിൻ്റെ ചർച്ചയുടെ ഭാഗമാണ്. പക്ഷേ ഞാനിതിൽ വേറൊരു കാര്യം കൂടെ കാണുന്നുണ്ട്. കാരണം ഇവിടെ നമ്മളുടെ ആനന്ദ് കൊച്ചുകൂടി പറഞ്ഞു രാഹുൽ ഗാന്ധിയെ വയനാട്ടിലേക്ക് കൊണ്ടുവന്നു. അതൊന്നും യാഥാർത്ഥ്യം ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കണം. കാരണം അക്കാലത്ത് രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ മത്സരിപ്പിച്ചതിൻ്റെ ഒരു പ്രധാന കാരണം അന്ന് ആ സ്ഥാനാർത്ഥിത്വം ഡിക്ലെയർ ചെയ്ത AK ആന്റണി പറഞ്ഞത് വയനാട് എന്ന് പറയുന്നത് തമിഴ്നാടും കേരളവും കർണാടകവും കൂടെ ഒരുമിച്ച് കിടക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലത്താണ്. അപ്പം 3 സ്ഥലത്തെയും വിജയവുമായി ബന്ധപ്പെട്ടിട്ടാണ് അന്ന് രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ നിർത്തിയ ഒരു കാര്യം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. രണ്ടാമത്തെ കാര്യം, ഈ അമേഠിയും റായ്ബറേലിയും കോൺഗ്രസ് തിരിച്ചു പിടിച്ചു. റായ്ബറേലി രാഹുൽ ഗാന്ധിയുണ്ട്, അമേഠിയിലെ മറ്റേ കിഷോർ പേര് പെട്ടെന്ന് മറന്നുപോയി, അദ്ദേഹവും ജയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് രണ്ട് മണ്ഡലവും കോൺഗ്രസിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതൊന്നും ഒരു വിഷയമല്ല. കാരണം വയനാടില്ലെങ്കിലും റായ്ബറേലിയും അമേഠിയും കോൺഗ്രസിൻ്റെ പരമ്പരാഗത സീറ്റുണ്ട്. പിന്നെ നമ്മുടെ ശ്രീ ലാൽകുമാർ പറഞ്ഞത് VSൻ്റെ കാര്യം. VSനെ അത് തോൽപ്പിച്ചതാണ്. മാരാരിക്കുളത്ത് VSനെ തോൽപ്പിച്ചതാണ് CPM. കാരണം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട്. ആ അപകടം ഉണ്ടാകാതിരിക്കാനാണ് കോൺഗ്രസ് ഇത്തവണ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതിരുന്നത്. അതുകൂടെ ചർച്ച ചെയ്യണ്ടേ? കാരണം മാരാരിക്കുളത്ത് പളനിയെ പാർട്ടി നടപടിയെടുത്ത് സസ്പെൻഡ് ചെയ്ത് അദ്ദേഹം മരിച്ചുപോയി എന്ന് തോന്നുന്നു. അങ്ങനെ എന്തുകൊണ്ടാണ് VS മാരാരിക്കുളത്ത് തോറ്റത്? കാരണം VS തോൽക്കാൻ കാരണം VS മുഖ്യമന്ത്രിയാണെന്ന് പ്രഖ്യാപിച്ചതുകൊണ്ടാണ്. അത് പറ്റില്ലല്ലോ. അപ്പോൾ അതിലും ഭേദം കോൺഗ്രസ് അല്ല. അപ്പോൾ ഇപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചില്ല. പക്ഷേ ഇപ്പോൾ വീണ്ടും വന്നപ്പോൾ തർക്കമായി. കാരണം രാഷ്ട്രീയത്തിലെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താത്ത നേതാവ് ഉണ്ടാകില്ല. അപ്പോൾ ഇവിടെ KC വേണുഗോപാൽ സീരിയസ് ആയും ആ ഫ്രെയിൽ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ഹൈക്കമാൻഡിന് പ്ലാൻ ഉണ്ടെങ്കിൽ അദ്ദേഹത്തോട് മത്സരിക്കാം. ആരാണ് വേണ്ടെന്ന് പറയുക? KC വേണുഗോപാൽ അയോഗ്യതയെന്ന് ആരാണ് പറയുന്നത്? KC വേണുഗോപാൽ കേരളത്തിൽ മുഖ്യമന്ത്രിയായാൽ കേരളം മൂടി ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്ന ആര് പറയുന്നില്ല? അദ്ദേഹത്തെ മത്സരിപ്പിച്ച് ജയിപ്പിക്കാം, മുഖ്യമന്ത്രിയാക്കാം. അതിവിടെ ആർക്ക് തടസ്സം? ശ്രീകുമാർ അല്ല, തർക്കം ഉണ്ടായല്ലോ. അതായത് മറ്റേ ശ്രീ KC വേണുഗോപാൽ MP ആയ KC വേണുഗോപാലും കൂടെ മത്സരരംഗത്തുണ്ടെന്ന് പറയുമ്പോൾ അവിടെ ഒരു തർക്കം വന്നല്ലോ. ആ തർക്കം നമ്മൾ നിശ്ചയിച്ചിട്ട് കാര്യമില്ല. കാരണം 63 MLA-മാരുള്ളപ്പോൾ എന്തിനാണ് MP എന്നൊക്കെ ചോദിച്ച് തർക്കം വന്നല്ലോ. ഈ തർക്കം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ ശരാശരി പ്രവർത്തകൻ്റെ മനസ്സിലുള്ള തർക്കങ്ങളാണ്. അത് ഞാൻ പറഞ്ഞ ഈ രാഷ്ട്രീയത്തിൽ ശ്രീ ഹാഷ്മി ഒരു കാര്യമുണ്ട്. അതായത് ഒരു തർക്കം ഉണ്ടാക്കിയിട്ട് ആ തർക്കം പരിഹരിക്കുമ്പോൾ അതിന് ബലം കൂടും. കാരണം അല്ലെങ്കിൽ ഇങ്ങനെ പുകഞ്ഞ് നിൽക്കും. അപ്പോൾ തർക്കം വന്നു, ശരി എന്നാൽ പിന്നെ തർക്കം തന്നെ നടക്കട്ടെ, അത് പരിഹരിക്കാം. അങ്ങനെ കൃത്യമായി പരിഹരിച്ചു വരുമ്പോൾ അതിനൊരു ബലം കൂടും. അപ്പോൾ 2 ദിവസം വൈകിയാലും, ഇത് ഒരാഴ്ച വൈകിയാലും 10 ദിവസം വൈകിയാലും 5 വർഷം കിടപ്പുണ്ട് കാശ്മി. അപ്പോൾ ഒരു 10 ദിവസം വൈകിട്ട് ആ ജനഹിതത്തിനനുസരിച്ചുള്ള പ്രവർത്തകരുടെ താല്പര്യം അനുസരിച്ചുള്ള കോൺഗ്രസ്സിന് വളരെ ഗുണപ്രദമാകുന്ന രീതിയിൽ, അതായത് ഗുണവും ദോഷവും ഉണ്ടല്ലോ 2 കാര്യത്തിലും. അപ്പോൾ ഗുണപ്രദമാകുന്ന രീതിയിൽ ഒരു തീരുമാനം കോൺഗ്രസ് ദേശീയ നേതൃത്വം എടുത്താൽ അതല്ലേ നല്ലത്. അതിലിപ്പോൾ എന്താ തെറ്റുള്ള? അപ്പോൾ നമ്മളിങ്ങനെ എന്താ മുഖ്യമന്ത്രി ആവാത്തേ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. പക്ഷേ എനിക്കിതിലൊരു കാര്യം കൂടെ പറയാനുണ്ട്. കേരളത്തിൻ്റെ നമ്മുടെ UDFൻ്റെ മുഖ്യമന്ത്രി ആയാൽ മാത്രമേ പ്രതിപക്ഷ നേതാവുള്ളൂ. അത് ശ്രീ ലാൽകുമാറോടൊന്ന് ഞാൻ ഓർമ്മിപ്പിക്കുക. കാരണം എന്താ അറിയോ, ആരാ UDFൻ്റെ മുഖ്യമന്ത്രി? എന്നിട്ട് വേണം പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കാൻ. അല്ലെ എന്താ പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കാൻ എന്താ ബുദ്ധിമുട്ട്? അവിടെ തർക്കമൊന്നും ഇല്ലെന്നല്ലേ പറയുന്നത്. പക്ഷേ അവിടെ തർക്കമുണ്ട്. കാരണം അവിടെ ശ്രീ പിണറായി വിജയൻ ഇനി ഞങ്ങളെ നയിക്കണ്ട എന്ന് LDF പറയുകയാണ്. അതെന്തായാലും അത് ചർച്ച ചെയ്യപ്പെടുന്നില്ല ഹാഷ്മി. തോറ്റു അവർ, ശരിയാണ്. ഇവിടെ 102 സീറ്റിൽ അധികാരത്തിലെത്തിയ നേതൃബാഹുല്യമുള്ള ഒരു പാർട്ടിയുടെ മുഖ്യമന്ത്രി എവിടെ എന്ന് ചോദിക്കുന്നതാണോ, 35 സീറ്റിലേക്ക് ഒതുങ്ങിപ്പോയ നേതൃശുഷ്കതയുള്ള ഒരു പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവ് എവിടെ ചോദിക്കുന്നതിനാണോ കൂടുതൽ വെയിറ്റേജ്? ശ്രീകുമാർ ചോദിക്കുന്നതല്ല, അശ്മി ചോദിക്കുന്നതല്ല, അതായത് ചോദിക്കുന്ന കാര്യത്തിലല്ല. പക്ഷേ അവർക്ക് എടുക്കാമല്ലോ. ഒരു പ്രതിപക്ഷ നേതാവിനെ അവർക്ക് എന്താ പെട്ടെന്ന് എടുക്കാൻ പറ്റാതെ? അവിടെ തർക്കമില്ലേ?
35 പേരെന്ന് വെച്ചാൽ 35 MLA-മാരാണല്ലോ. ആ 35 MLA-മാർ 3 കക്ഷിയിൽപ്പെട്ടവരാണല്ലോ. CPI, CPM, പിന്നെ RJD, 3 കക്ഷിയിൽപ്പെട്ടവരാണ്. അപ്പോൾ ഈ 3 കക്ഷിയിൽപ്പെട്ട 35 MLA-മാർക്ക് ഒരു പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കാൻ 10 ദിവസം എന്തായാലും വേണ്ടല്ലോ. അപ്പോൾ ഇതെന്താണ് കാരണം? കാരണം അവിടെ തർക്കം വന്നു. നയിച്ച മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് ആകട്ടെ എന്നൊരു തർക്കം വന്നു. അതും ചർച്ച ചെയ്യണം. കാരണം മുഖ്യമന്ത്രിക്കൊപ്പം അതും ചർച്ച ചെയ്യണം. മുഖ്യമന്ത്രിയുടെ ഒപ്പം നിൽക്കുന്ന ആളാണ് പ്രതിപക്ഷ നേതാവ്, ക്യാബിനറ്റ് റാങ്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് സഭയിൽ എണീറ്റ് നിൽക്കുമ്പോൾ സ്പീക്കറടക്കം പ്രതിപക്ഷ നേതാവിന് അവസരം കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ. എല്ലാം ചർച്ച ചെയ്യണം. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തകർക്ക് ഇപ്പോൾ നിരാശയാണ്, സംശയമില്ലാത്ത കാര്യമാണ്. ആ നിരാശ കൂടിക്കൂടി വരുന്ന ഘട്ടത്തിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ അപ്പോഴും അവരുടെ മുന്നിൽ പ്രതീക്ഷയുണ്ട്. കാരണം എന്താ വെച്ചാൽ 5 വർഷത്തേക്ക് ഒരു മുഖ്യമന്ത്രിയാണല്ലോ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ആഹ്ലാദിക്കാനൊക്കെ വക വരും. ഒരു 2 ദിവസം അവർ ക്ഷമിക്കും. ഞാൻ പറഞ്ഞല്ലോ, നാളെ ഇപ്പോൾ എന്തായാലും പ്രഖ്യാപിക്കുന്നു തോന്നുന്നു. അല്ലെങ്കിൽ ഈ മടുപ്പ് വരും. മാത്രമല്ല ഘടകകക്ഷികൾ പറയുന്നതിൽ തെറ്റില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുഖ്യമന്ത്രി ഇല്ലെങ്കിൽ അവർക്കും ശരി തന്നെയാണ്. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു ഫാമിലി പ്രോബ്ലമായി. മിക്ക കുടുംബങ്ങളിലും ചർച്ചയായി. ആരാ മുഖ്യമന്ത്രി? പുതിയ ജനറേഷൻ വന്നിരിക്കുകയാണ്, 18 വയസ്സുള്ളവർ വന്നിരിക്കുകയാണ്. അവർ ചോദിക്കുന്നുണ്ട് ആരാ മുഖ്യമന്ത്രി, ഇന്നയാളാകുമോ എന്നൊക്കെ ചോദ്യം വരുന്നത്. അതൊക്കെ ആദ്യമാണ്, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. കാരണം 40-40 വർഷം പത്രപ്രവർത്തകനായിട്ടുള്ള എനിക്ക് ഇതൊരു ഫാമിലി പ്രോബ്ലം എന്ന് വെച്ചാൽ മിക്ക കുടുംബങ്ങളിലും ഇത് ചർച്ചയാണ്. തർക്കമില്ലാത്ത കാര്യമാണ്. ഞാൻ ഈ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളിലൊക്കെ അവർ പറയും, ശരിയാണെന്ന് പറയും. അതാണ് ഇന്നത്തെ അവസ്ഥ. കാണുമെന്നാണ് എൻ്റെ ധാരണ. 3ാം ക്ലാസ്സിൽ 4ാം ക്ലാസ്സിൽ പിള്ളേരൊന്ന് ചോദിക്കുക ഇന്നയാൾ മുഖ്യമന്ത്രിയാവും ചോദിക്കുക. പോട്ടെ, ഞാൻ അങ്ങനെയൊക്കെ അല്ല ഇന്നയാളെ പുറത്തോട്ട് പോകാൻ ചോദിക്കുക, അല്ല ഇന്നയാളെ പറഞ്ഞു വിടുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഞാൻ സ്വാനുഭവമാണ് പറയുന്നത്. ഞാൻ ശ്രീ ആനന്ദ് കൊച്ചുകൂടി ശ്രീ ആനന്ദ് കൊച്ചുകൂടി ഇവിടെ പുറത്തിറങ്ങി ഇപ്പം നമ്മുടെ ഇവിടെ ഓഫീസിൻ്റെ ചായക്കടയുണ്ട്. അവിടെ കോൺക്രീറ്റ് പണിക്ക് വരുന്ന ചേട്ടനുണ്ട്, കുറച്ച് വരികയാണ്. പുള്ളി കോൺഗ്രസ്സുകാരനല്ല, പക്ഷേ ഇക്കുറി കോൺഗ്രസ്സിന് വോട്ട് ചെയ്ത ആളാണ്. ചായ കുടിക്കാൻ പോയപ്പോഴേക്ക് ഇന്ന് പുള്ളി അങ്ങ് നിരാശ അങ്ങേയറ്റം നിരാശ. അപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരുടെ മാത്രം നിരാശയല്ലത്. ഇവിടെ ഇതിനോടകം തന്നെ ശ്രീ ആനന്ദ് കൊച്ചുകൂടി ഇതിനോടകം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പല നീക്കങ്ങൾ, പല പരസ്പരം മോശക്കാരാക്കാനുള്ള പല പരിപാടികൾ, പല പ്ലാൻഡ് വാർത്തകൾ, ഇപ്പോൾ തന്നെ 2 പാർട്ടികൾ നിൽക്കുന്നവർ എന്ന മട്ടിൽ ഡീപ്ലി വൂണ്ടഡായ, ഡീപ്ലി ഹർട്ടായ ഒരു സാഹചര്യം ഇപ്പോൾ തന്നെയുണ്ട്. ഒരു സർക്കാർ വരികയാണെങ്കിൽ ആ സർക്കാർ നേരത്തെ എൻ ശ്രീകുമാർ പറയുന്നത് പോലെ പ്രവർത്തകർക്ക് ആനന്ദം നൽകുന്ന ഒരു ക്ഷേമ സർക്കാരാണ് എന്ന് കരുതാവോ ശ്രീ ആനന്ദ് കൊച്ചുകൂടി? അല്ല, ഈ സർക്കാർ UDFൻ്റെ ഒരു സർക്കാർ എങ്ങനെ വരും, ആര് നയിക്കും, അത് എങ്ങനെ മുന്നോട്ട് പോകും എന്നൊക്കെയുള്ളത് കണ്ടിരിക്കണം. ഇവിടെ പണ്ടൊക്കെ പറയുമായിരുന്നു LDFൻ്റെ സർക്കാർ വന്നാൽ അഴിമതി കുറവായിരിക്കും, UDFൻ്റെ സർക്കാരിൽ അഴിമതി കൂടുതലായിരിക്കും എന്നൊക്കെ പറയും. പക്ഷേ കഴിഞ്ഞ 10 വർഷത്തിൽ അഴിമതി വളരെ സെൻട്രലൈസ്ഡ് ആയിട്ട്, വളരെ ഓർഗനൈസ്ഡ് ആയിട്ട്, മൻമോഹൻ സിംഗ് പറഞ്ഞതുപോലെ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള അഴിമതി വളരെ കൃത്യമായ പെർസെൻറ്റേജുകൾ വഴി ഈ കർണാടകത്തിലും തെലങ്കാനയിലും ഒക്കെ നടക്കുന്ന രീതിയിലുള്ള അഴിമതി നടന്നതായിട്ട് നമുക്ക് കേട്ടുകേൾവിയുണ്ട്. അത് വരും ദിവസങ്ങളിൽ ഇപ്പോൾ B. അശോകും N. പ്രശാന്തും ഒക്കെ മാത്രമേ ഇത്രയും ദിവസമായിട്ട് പുറത്ത് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളൂ. ഈ ചീഫ് സെക്രട്ടറിയേക്കാൾ വലിയ ചീഫ് സെക്രട്ടറി ആയിട്ട് ഒരു ആൾ, അത് ഈ മനോരമയുടെ കണ്ടത്തിൽ ഫാമിലിയിൽ നിന്ന് ഉള്ള ആളായതിനാൽ അദ്ദേഹത്തെ കൊണ്ട് ഇതുപോലെ പല കാര്യങ്ങളും ചെയ്യിക്കാം എന്ന് വിചാരിച്ച് ഇവിടെ മുഖ്യമന്ത്രി ഒരു ഫൈനാൻസ് മിനിസ്റ്ററേക്കാൾ വലിയ അധികാര സ്ഥാനം കൊടുത്ത് കിഫ്ബി ചെയർമാൻ സ്ഥാനം കൊടുത്ത് ഇരുത്തിയിരിക്കുകയായിരുന്നു ഒരാളെ. അതിനു മുമ്പ് ശിവശങ്കറിൻ്റെ കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടല്ലോ. എക്സാലോജിക്കിൻ്റെ കാര്യം പുറത്തു വന്നെങ്കിലും ഒരു പോറൽ പോലും മുഖ്യമന്ത്രിക്കോ അദ്ദേഹത്തിൻ്റെ മകൾക്കോ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതുപോലെ ഇനി പല കാര്യങ്ങളും പുറത്തു വരാനിരിക്കുകയാണ്. പക്ഷെ അതൊക്കെ നമ്മൾ എന്താ പറയുന്നത്, അടുത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ മാസങ്ങളിൽ ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ അതല്ലല്ലോ ഇവിടുത്തെ കാര്യം. ഇവിടെ ഒരു മുഖ്യമന്ത്രി ഇതുവരെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. ആരാണ് മുഖ്യമന്ത്രിയാകും എന്ന് നമുക്കറിയില്ല. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, പ്രതിപക്ഷ നേതാവിനെ നിശ്ചയിക്കുക, ആര് മുഖ്യമന്ത്രിയാകും എന്ന് നോക്കിയായിരിക്കുമെന്ന്. ഇപ്പോൾ ചെന്നിത്തലയെ പണ്ട് പിണറായി വിജയൻ വളരെ ഈസിയായി കൈകാര്യം ചെയ്തിരുന്നത് പോലെ ചെന്നിത്തല എങ്ങാനും മുഖ്യമന്ത്രി ആയാൽ പിണറായി വിജയൻ കരുതുന്നത് ഇപ്പോൾ ഒരു സമവായ സ്ഥാനാർത്ഥിയായിട്ട് ചെന്നിത്തല വരും, എന്നാൽ പിന്നെ ഞാൻ പ്രതിപക്ഷ നേതാവായി ചെന്നിത്തലയെ വീണ്ടും ഒന്ന് കൈകാര്യം ചെയ്യാം. അദ്ദേഹം ബേക്കറി ജംഗ്ഷനിൽ പുതിയ വാടക വീട് എടുത്തുവെന്നാണ് കേൾക്കുന്നത്. ഇപ്പോൾ ഈ ചിന്ത ഫ്ലാറ്റിൽ 3A 3B ഫ്ലാറ്റ് അദ്ദേഹം കുറേ കാലമായിട്ട് അടച്ചിട്ടിട്ടുണ്ട്, 10 വർഷമായിട്ട് അടഞ്ഞു കിടക്കുകയാണ്. പക്ഷേ അവിടെ താമസിക്കാതെ അദ്ദേഹം ഒരു വാടക വീട്ടിലേക്ക് മാറുന്നു എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ അദ്ദേഹം വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. PB അദ്ദേഹത്തെ വിമർശിക്കാൻ പോലും ഇപ്പോൾ പാർട്ടിയിൽ പ്രമുഖ PB അംഗങ്ങൾക്ക് പേടിയാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ കാര്യം നമുക്കറിയാം. പറഞ്ഞുവെന്ന് വരും. ഭയരഹിതമായി സംസാരിക്കാമെന്നാണ് MV ഗോവിന്ദന്റെ ഉറപ്പ്.
എം വി ഗോവിന്ദൻ പറയുന്നതിനെയൊക്കെ ആര് മുഖവിലേക്ക് എടുക്കുന്നു? എം വി ഗോവിന്ദൻ ഈ പാർട്ടിയെ ഏത് നിലയിൽ എത്തിച്ചു, ഏത് കയത്തിൽ എത്തിച്ചു എന്ന് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമുക്കറിയാമല്ലോ. ഇപ്പം ഞാൻ CPM എന്ന പാർട്ടിയെ അല്ലെങ്കിൽ അവരുടെ പാർട്ടിയിൽ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളെ ആ ഒരു തരത്തിൽ ഞാൻ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഇവിടെ കോൺഗ്രസിൻ്റെ വിഷയമാണല്ലോ ചർച്ച. അപ്പോൾ ഇതിലൊരു കാര്യം നമുക്ക് വീണ്ടും വീണ്ടും പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടല്ലോ. ഹൈക്കമാൻഡിൻ്റെ ഭാഗമായിട്ട് ഇരുന്നുകൊണ്ട് ഒരു MLA പോലും കൂടെ ഇല്ലാത്ത ഒരാൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക എന്ന് മാത്രമല്ല, ഈ പാർട്ടിയെ മൊത്തം കൈയടക്കി. A ഗ്രൂപ്പ് എന്ന് പറയുന്ന ആ ഉമ്മൻചാണ്ടി ഗ്രൂപ്പിനെ മൊത്തത്തിൽ ഹോൾസെയിലായിട്ട് അദ്ദേഹം വശത്താക്കി. അതിനുശേഷം ചെന്നിത്തലയുടെ കൂടെ നിൽക്കുന്ന കുറേ പേർ, ഇപ്പോൾ ഈ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ആ ഫോട്ടോ വന്നല്ലോ, അതിൽ അബിൻ വർക്കി പോലെയുള്ള ആൾക്കാർ പോലും IC ബാലകൃഷ്ണൻ ചെന്നിത്തലയുടെ ഭാഗത്തേക്ക് വരുന്നു. ഈ എൽദോസ് കുന്നപ്പള്ളിയെ പോലെ പേര് വെട്ടുവന്ന ഘട്ടത്തിൽ IC ബാലകൃഷ്ണൻ ഈ വേണുഗോപാലിൻ്റെ കാലിൽ പോയി വീണു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെയുള്ള ഈ അടവുകൾ എടുത്തുകൊണ്ട് ഇവിടെ കോൺഗ്രസിൻ്റെ ഓരോ MLA മാരെയും ചാക്കിൽ കയറ്റി ഹൈക്കമാൻഡിൻ്റെ ഭാഗമായിട്ട് നിന്ന് ഇതിലൊരു നൈതികതയുടെ ഒരു പ്രശ്നമില്ലേ? ഞാൻ ഒരിക്കലും VD സതീശനെ ഒരു ചർച്ചയിലും പിന്തുണച്ചിട്ടില്ല, ചെന്നിത്തല ഒരു ചർച്ചയിലും പിന്തുണച്ചിട്ടില്ല. കാരണം അത് ശരിയല്ല. ഇവരുടെയൊക്കെ ആൾക്കാർ, ഈ പ്രമുഖ നേതാക്കൾ, ഇവരുടെയൊക്കെ കൂടെ നിൽക്കുന്ന പ്രമുഖ നേതാക്കൾ എന്നെ അടക്കം പല ആൾക്കാരെയും സമീപിച്ച് ഞങ്ങൾക്ക് കുറച്ച് ഒന്ന് പിന്തുണയ്ക്കാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു പോയി പണിയൊക്കെ, കാരണം എനിക്കതിന് ആവശ്യമില്ല. പക്ഷേ ഇവിടെ KC വേണുഗോപാൽ ചെയ്യുന്നത് വളരെ നീചമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവൃത്തിയാണ്. പാർട്ടിയെ മുൾമുനയിൽ നിർത്തി ഈ IC ബാലകൃഷ്ണനൊക്കെ ഇപ്പോൾ ഒരു പേരെങ്കിലും പറഞ്ഞു, അതിനുപോലും ധൈര്യമില്ല. RC+KC എന്നൊക്കെയാണ് ആ രേഖ സത്യമാണെങ്കിൽ IC ബാലകൃഷ്ണൻ എഴുതി വെച്ചേക്കുന്നത്. ഞാൻ തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ഷാൽബോസ്, തെലങ്കാനയിലും ഉണ്ടായിരുന്നല്ലോ കൺഫ്യൂഷൻ. അവിടെ ഈ പറഞ്ഞ മല്ലു ഭട്ടി വിക്രമാർക്കയാണോ രേവന്ത് റെഡ്ഡിയാണോ? 3-ാം തീയതി ഇലക്ഷൻ റിസൾട്ട് വന്നു, 4-ാം തീയതി ആലോചന ഉണ്ടായി, 5-ാം തീയതി രേവന്ത് റെഡ്ഡി പേരങ്ങ് പ്രഖ്യാപിക്കുകയല്ലേ ചെയ്തത്. ഷാൽബോസ്, എന്തിനാണ് ഒരു പേര് പ്രഖ്യാപിക്കാൻ ഇത്ര പേടി? ഒരു പേര്, അതായത് കാശ്മീർ, നമ്മൾ വാക്കുകൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. പേടി, ഭയം, സങ്കടം, അങ്ങനെ നമുക്ക് പല കാര്യങ്ങളും വൈകാരികമായിട്ട് നമുക്ക് ചർച്ചകളിൽ പറയാം, പ്രതിഷേധങ്ങളിൽ പറയാം, പ്രസംഗങ്ങളിൽ പറയാം. അതിനൊന്നും എനിക്ക് വിരോധമൊന്നുമില്ല. നിലവിലൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഈ സംഘടനാ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ചർച്ചയിൽ വളരെ മ്ലേച്ഛമായിട്ട് എത്രയോ കാലമായി, ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ആനന്ദ് കൊച്ചുകൂടിയുടെ ഈ ചൊറിച്ചിൽ KC വേണുഗോപാലിനോടുള്ള ഇന്നും ഇന്നലെയും തുടങ്ങിയൊന്നുമല്ല. നമ്മളൊരാളെ ആക്ഷേപിക്കുമ്പോൾ വസ്തുതയുടെ പിൻബലമുണ്ടാകണം. KC വേണുഗോപാൽ പാർലമെൻറ്റ് അംഗമായി പോകുന്നത് കേരളത്തിലെ പാർട്ടിയിൽ അന്ന് AK ആൻ്റണിയും വയലാർ രവിയും രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും അടങ്ങുന്ന നേതാക്കളുടെ സമ്മർദ്ദത്തിന് വിധേയമായിട്ടാണ് അദ്ദേഹം പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്നത്. അദ്ദേഹം മത്സരിച്ചാലേ അന്ന് ആ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയൂ എന്ന രാഷ്ട്രീയ തീരുമാനമാണ് അദ്ദേഹം ഏറ്റെടുത്തുകൊണ്ട് പാർലമെൻറ്റിലേക്ക് പോയി അവിടെ ചെല്ലുമ്പോൾ ഉള്ളത് 44 അംഗങ്ങളാണ്. മനസ്സിലാക്കിയോ? അന്ന് അദ്ദേഹം AICCയുടെ ആരുമല്ല, ഒരു ഭാരവാഹിത്വം അദ്ദേഹത്തിനില്ല. പിന്നീട് അദ്ദേഹം AICC ജനറൽ സെക്രട്ടറി ആകുന്നു. അദ്ദേഹം ഇന്ത്യയിലെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന സ്ക്രീനിങ് കമ്മിറ്റിയുടെ ചെയർമാനാകുന്നു. ആ ഉത്തരവാദിത്വം അത് കോൺഗ്രസ് പ്രസിഡന്റ് അല്ലാതെ ഒരാൾ പോലും അങ്ങനെ ഇരുന്നിട്ടില്ല. ആ ഒരു കാലത്താണ് അദ്ദേഹത്തിന് ഇന്ത്യയിലെ മുഴുവൻ കാര്യം, ഒന്നാമത് പുതിയ ചുമതല, ഭാഷയുടെ പ്രശ്നങ്ങൾ, അത്തരം ശ്രമകരമായ ഒരു ദൗത്യം കയ്യിൽ വന്നപ്പോൾ അദ്ദേഹം മത്സരത്തിൽ നിന്ന് മാറി നിൽക്കാൻ പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടതുകൊണ്ടാണ് അദ്ദേഹം മാറിയുന്നത്. അദ്ദേഹം ആ ദൗത്യം ഏറ്റെടുത്തു. 44-ൽ നിന്ന് 52ആയി, ഇപ്പോൾ 52-ൽ നിന്ന് 102ആയി. ഇന്ത്യയിലെ കോൺഗ്രസിനെ പുച്ഛത്തോടുകൂടി കണ്ടിരുന്ന പാർട്ടികളടക്കം 28 പാർട്ടികളെ കൂട്ടിച്ചേർത്തൊരു മുന്നണി ഉണ്ടാക്കി, ഇന്ത്യ സഖ്യം എന്ന പേരിൽ. ആ ഇന്ത്യ സഖ്യത്തിൻ്റെ നേതാവായി ഇന്ത്യയിലെ BJP ഭരണകൂടം വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട അയോഗ്യനാക്കിയ കേസുകളിൽ പെടുത്തി ആക്ഷേപിച്ച രാഹുൽ ഗാന്ധിയെ ഇന്ത്യ മുഴുവൻ ഒരു ജാഥ, ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന് നേതൃത്വം നൽകി. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള PCCകൾ പുനഃസംഘടിപ്പിച്ചു. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള DCCകൾ പുനഃസംഘടിപ്പിച്ചു. പുതിയ നേതൃനിരയെ പാർട്ടിക്കകത്ത് കൊണ്ടുവന്നു. പോഷക സംഘടനകളെ സമഗ്രമായി പരിഷ്കരണം നടത്തി. വലിയ പോരാട്ടങ്ങൾക്കൊടുവിൽ ഇന്ന് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇരിക്കുന്നുണ്ടെങ്കിൽ പരാജയങ്ങളുടെ പാവഭാരം KC വേണുഗോപാൽ ആരോപിച്ചാൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി വന്നതിൻ്റെ സംഘടനാ മികവും നിങ്ങൾ അംഗീകരിക്കേണ്ടി വരും. പിന്നെ ഞങ്ങൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ രാജ്യവ്യാപകമായി മുന്നോട്ട് പോകുമ്പോൾ അതിന് നേതൃത്വം നൽകിയ സംഘടനാ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം. നിങ്ങൾ മനസ്സിലാക്കണം, ഹിമാചൽ പ്രദേശ് BJP ഭരിക്കുന്ന സംസ്ഥാനം, ആ ഭരണം പിടിച്ചെടുത്തു ഞങ്ങൾ. അവിടെ 6 MLA-മാരെ, ഞങ്ങളുടെ MLA-മാരെ BJP ചൂതാട്ടത്തിലൂടെ രാജിവെപ്പിച്ചു. ആ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾ വീണ്ടും വിജയിച്ച ഗവൺമെൻറ്റിനെ നിലനിർത്തി. അപ്പോഴും സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാലാണ്. കർണാടകയിൽ അദ്ദേഹത്തിന് ചുമതലയുള്ളപ്പോൾ BJP-യാണ് അവിടെ ഭരിച്ചിരുന്നത്. ആ BJP സഖ്യകക്ഷി സർക്കാരിനെ പരാജയപ്പെടുത്തി. ത്രികോണ മത്സരം നടന്നു.
ജനതാദൾ ഭൂരിപക്ഷമില്ല, ഞങ്ങൾക്ക് ഭൂരിപക്ഷമില്ല, BJPക്ക് ഏകപക്ഷീയമായ ഭൂരിപക്ഷം. ഞങ്ങൾ ഡിമാൻഡ് ചെയ്തു, ഞങ്ങൾ പോരാട്ടം നടത്തി. ജനതാദളുമായി യോജിച്ച് BJP അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ അവിടെ ഗവൺമെൻറ് ഉണ്ടാക്കി. KC വേണുഗോപാലിൻ്റെ നേതൃത്വത്തിലാണ് അത് ചെയ്തത്. പിന്നീട് അവിടെ തെരഞ്ഞെടുപ്പ് വന്നു. കർണാടകയിൽ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഭരണം പിടിച്ചു. സിദ്ധരാമയ്യ അവിടെ മുഖ്യമന്ത്രിയാക്കി. അതിന് നാച്ചുറൽ ജസ്റ്റിസാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ MLA-മാർ അദ്ദേഹത്തിൻ്റെ പല ഇക്വേഷൻസും പരിശോധിച്ചുകൊണ്ടാണ്, സീനിയോറിറ്റി അടക്കം പരിശോധിച്ചുകൊണ്ടാണ് സിദ്ധരാമയ്യ ആക്കിയത്. DK ശിവകുമാർ ഇന്ത്യ മുഴുവനുള്ള ആളുകൾ ഇഷ്ടപ്പെടുന്ന നേതാവാണ് ശ്രീ DK ശിവകുമാർ. പക്ഷേ കർണാടകയിലെ സാഹചര്യത്തിൽ സിദ്ധരാമയ്യ അനിവാര്യമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കി, മറ്റൊരാളെ ഉപമുഖ്യമന്ത്രിയാക്കി. തെലങ്കാനയിലെ കാര്യം താങ്കൾ ചോദിച്ചു. 6 വർഷക്കാലത്തെ കഠിനാധ്വാനമാണ്. എല്ലാ സമ്മർദ്ദങ്ങളും എല്ലാ വെല്ലുവിളികളും ഏറ്റെടുത്തുകൊണ്ടാണ് പോരാട്ടം നടത്തിയത്. അതുപോലെ രേവന്ത് റെഡ്ഡി അവിടെ പ്രതിപക്ഷ നേതാവായിരുന്നു. നിങ്ങൾ പറഞ്ഞ ഭട്ടി എന്ന് പറയുന്ന ആൾ അവിടെ പ്രതിപക്ഷ നേതാവായിരുന്നു. പക്ഷേ ഗവൺമെൻറ് വന്നപ്പോൾ അവിടുത്തെ KPCC പ്രസിഡന്റായിരുന്ന അവിടുത്തെ TPCC പ്രസിഡന്റായിരുന്ന രേവന്ത് റെഡ്ഡി അവിടെ മുഖ്യമന്ത്രിയാക്കി പാർട്ടി തീരുമാനിച്ചു. അന്നത്തെ പ്രതിപക്ഷ നേതാവിനെ ഉപമുഖ്യമന്ത്രിയാക്കിയുള്ളൂ. നിങ്ങളത് കാണാതെ പോകരുത്. അതുപോലെ തന്നെ ഞങ്ങൾ ഓരോ സ്ഥലത്തും വളരെ കൃത്യമായ ഇടപെടൽ നടത്തി. നിങ്ങൾ പറയുന്നു രാജസ്ഥാൻ ഇവിടെ പല ക്യാമ്പയിനും നടക്കുമ്പോൾ പറയുന്നതാണ് രാജസ്ഥാൻ സച്ചിൻ പൈലറ്റിനെ ആക്കാത്തത് കൊണ്ട് രാജസ്ഥാൻ പോയി. നിങ്ങൾക്കറിയാമോ രാജസ്ഥാനിലെ പ്രത്യേകത എന്താണെന്ന്? രാജസ്ഥാനിൽ എവിടെ നിന്നാണ് അദ്ദേഹം ജയിക്കുന്നതെന്നറിയാമോ? ദൗസ ജില്ലയിൽ നിന്നാണ്. ആ ദൗസയിൽ അവർക്ക് വലിയ സ്വാധീനമുണ്ട്. രാജേഷ് പൈലറ്റിനും സച്ചിൻ പൈലറ്റിനും സ്വാധീനമുണ്ട്. ആ സ്വാധീനം സംസ്ഥാനാടിസ്ഥാനത്തിലില്ല, രാജ്യാടിസ്ഥാനത്തിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന നേതാവാണ് സച്ചിൻ പൈലറ്റ് എന്ന കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. പക്ഷേ അവിടെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ നമുക്ക് ഓരോ സംസ്ഥാനം എടുക്കാൻ സമയം നമ്മൾ അവസാന മിനിറ്റുകളായതുകൊണ്ട് ഞാൻ അങ്ങനെ ഇടപെടുകയാണ്. വരാൻ അല്പനേരം വൈകിയ ഒരു കുഞ്ഞു പ്രശ്നമുണ്ട്. പറഞ്ഞോളൂ. ഒരു സെക്കൻഡ് ഹാഷ്മി ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ കോൺഗ്രസിനെതിരെയാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അന്ന് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിരുന്ന അശോക് ഗെഹ്ലോട്ടിനെ ആ സംസ്ഥാനത്തെ നേതൃത്വം ആവശ്യപ്പെട്ടിട്ടാണ് പറഞ്ഞത്. ഇവിടെ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകാനില്ല എന്ന് പറഞ്ഞ കാര്യത്തോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. അദ്ദേഹം അത് പറഞ്ഞയാളാണ്. അദ്ദേഹം ഈ ഗവൺമെൻറ് ഉണ്ടാക്കാൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അതിന് മുമ്പുള്ള പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ തെരഞ്ഞെടുപ്പിലും കഠിനാധ്വാനം ചെയ്ത നേതാവാണ്. കേരളം മുഴുവൻ ഓടി നടന്ന്, ഇന്ത്യ മുഴുവൻ ഓടി നടന്ന് കഷ്ടപ്പെടുന്ന നേതാവാണ്. അദ്ദേഹത്തെ വേണമെന്ന് കേരളത്തിലെ പാർലമെന്ററി പാർട്ടിയിലെ 50-ലധികം MLA-മാർ, നിങ്ങളുടെ മാധ്യമ വാർത്തകളാണ്, 48 പേർ പറയുന്നു, 47 പറയുന്നു, നിങ്ങളുടെ മാധ്യമ വാർത്തയാണ്. ആ വാർത്തകൾ ശരിയാണെങ്കിൽ ഞാനത് ഓൺ ചെയ്യുമല്ല, എനിക്കറിയില്ല ഇന്റേണലായിട്ട് നടന്ന പ്രോസസ്സ്. 46 MLA-മാർ പിന്തുണച്ച് KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കണം എന്നാവശ്യപ്പെട്ടാൽ ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയിൽ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി അദ്ദേഹത്തിന് കിട്ടുമെങ്കിൽ അദ്ദേഹം നിഷേധിക്കേണ്ട കാര്യം എന്താ? ചർച്ച ചെയ്യുമെന്നേ, ചർച്ച ചെയ്തിട്ട് പാർട്ടി തീരുമാനിക്കട്ടെ. D. സതീശനാണോ, രമേശ് ചെന്നിത്തലയാണോ, KC വേണുഗോപാലാണോ തീരുമാനിക്കട്ടെ. കേരളത്തിലെ പാർലമെന്ററി പാർട്ടിയിലുള്ള MLA-മാർ പറയുകയാണ് ശ്രീ KC വേണുഗോപാലിനെ ഞങ്ങൾക്ക് നേതാവായി വേണമെന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായും പാർട്ടി ചർച്ച ചെയ്യുമെന്നേ. അതിനുള്ള ക്ഷമിക്കണം. എന്തായാലും എല്ലാവരെയും ഡൽഹിക്ക് കൊണ്ടുപോകാന്നാണ് പറയുന്നത്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ നാളെ മുൻ KPC അധ്യക്ഷന്മാരും വർക്കിംഗ് അധ്യക്ഷന്മാരും അങ്ങോട്ടേക്ക് പോവാണ്. ഇനി വോട്ട് ചെയ്ത ആൾക്കാരെ കൂടി ഫ്ലൈറ്റിൽ ടിക്കറ്റ് എടുത്ത് അങ്ങോട്ടേക്ക് കൊണ്ടുപോവോ എന്നാണ് അറിയേണ്ടത്. വോട്ട് ചെയ്ത ആൾക്കാരെല്ലാം കൂടി ടിക്കറ്റ് എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോകും എന്നാണ് അറിയേണ്ടത്. ഇനിയും ചർച്ച എത്ര ദിവസം തുടരുമെന്ന് അറിയത്തില്ല. കേരളത്തിന് മുഖ്യമന്ത്രി എന്ന് കിട്ടുമെന്ന് ഒരു പിടിയുമില്ല. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. പ്രിയ പ്രേക്ഷകർക്ക് ശുഭരാത്രി.